بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, കിതാബ് തൗഹീദിൽ നമ്മൾ പറഞ്ഞു ഈ അധ്യായങ്ങളിലെല്ലാം അദ്ദേഹം ഖദറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ഒടുവിലത്തേതും ഖദറിന്റെ വിഷയം വിശദമായി വിശദീകരിക്കുന്നതുമായ അധ്യായമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വായിക്കേണ്ട അധ്യായം. ബാബു മാ ജാഅ ഫീ മുൻകിരിൽ ഖദർ. ഖദർ നിഷേധികളുടെ വിഷയത്തിൽ വന്ന അധ്യായം എന്നാണ് അദ്ദേഹം അതിന് തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. ഖദർ സഹോദരങ്ങളെ, കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ അറിഞ്ഞതും അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം രേഖപ്പെടുത്താൻ കൽപ്പിക്കുകയും അങ്ങനെ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തത് മാത്രമാകും. അത് അല്ലാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് അല്ലാഹു അത് പടക്കുകയും ചെയ്യുന്നു. ഈ വിശ്വാസമാണ് ഖദറിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതായത് അല്ലാഹുവിന്റെ അറിവില്ലാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നേരത്തെ കൂട്ടി എഴുതി വച്ചിട്ടല്ലാതെ, അല്ലാഹു ഉദ്ദേശിച്ചിട്ടല്ലാതെ ഓരോന്നും അതിൻ്റെതായ സമയത്ത് ഉണ്ടാകുന്നില്ല എന്നർത്ഥം. ഈ വിഷയം ദീനുൽ ഇസ്ലാമിന്റെ നമ്മുടെ വിശ്വാസ കാര്യങ്ങളിലെ സ്തംഭങ്ങളിൽപ്പെട്ട, അതിന്റെ റുക്നിൽപ്പെട്ട ഒരു കാര്യമാണ്. ആരത് വിശ്വസിക്കുന്നുവോ അവൻ വിശ്വാസിയാണ്, ആരത് വിശ്വസിക്കുന്നില്ലേ അവൻ വിശ്വാസിയല്ല. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം തിർമിദിയാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ഷെയ്ഖ് നാസിർ അൽ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം സഹീഹാണെന്ന് വിലയിരുത്തിയ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബി അർബഇൻ. 4 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് വരെ ഒരടിമ മുഅ്മിനാവുകയില്ല, വിശ്വാസിയാവുകയില്ല. യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹി ബഅസനി ബിൽ ഹഖ്. അതിലൊന്നാമത്തെ കാര്യം, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് അവൻ സാക്ഷ്യം വഹിക്കണം. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹു സത്യമാർഗം കൊണ്ട് നിയോഗിച്ച അല്ലാഹുവിന്റെ റസൂലാണ് ഞാൻ എന്ന് അവൻ സാക്ഷ്യം വഹിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. രണ്ടാമതായി പറഞ്ഞത് വയുഅ്മിനു ബിൽ മൗത്ത്, മരണത്തിൽ വിശ്വസിക്കണം. വബിൽ ബഅസി ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവൻ വിശ്വസിക്കണം. വയുഅ്മിനു ബിൽ ഖദർ, ഖദറിൽ അവൻ വിശ്വസിക്കണം എന്ന് പറയുക. ഖദറിൽ വിശ്വസിക്കാത്തവൻ മുഅ്മിനാവുകയില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഖദറിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ് അതിന്റെ ഖൈറിലും ഷർറിലുമുള്ള വിശ്വാസം എന്ന് പറയുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ഖൈറാകട്ടെ ഷർറാകട്ടെ ഇതെല്ലാം അല്ലാഹു തആല വിധിച്ചതാണ്. ഖൈർ വിധിക്കുന്നവൻ റബ്ബ്, ഷർറ് വിധിക്കുന്നവൻ മറ്റൊരാൾ അല്ല. ഖൈറാകട്ടെ ഷർറാകട്ടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിപ്രകാരം ഉണ്ടാകുന്നതാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, ഇമാം തിർമിദി റിവായത്ത് ചെയ്ത ഷെയ്ഖ് നാസിർ അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം സഹീഹാണെന്ന് വിലയിരുത്തിയ ഹദീസാണ്. അതിൽ കാണാം, ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഅ്മിന ബിൽ ഖദ്രി ഖൈരിഹി വശർരിഹി. ഖദറിന്റെ നന്മയിലും തിന്മയിലും വിശ്വസിക്കുന്നത് വരെ ഒരുവൻ വിശ്വാസിയാവുകയില്ല. ഹത്താ യഅലമ അന്നമാ അസാബഹു ലം യകുൻ ലിയുഖ്തിയഹു. അവനൊരു കാര്യം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അവനെ തൊട്ട് തെറ്റിപ്പോകാൻ ഉള്ളതല്ല, അവനെ തന്നെ ബാധിക്കേണ്ടതായിരുന്നു, അവന്റെ നാട്ടിൽ തന്നെ ബാധിക്കേണ്ടതായിരുന്നു, ഇന്ന സമയത്ത് തന്നെ ബാധിക്കേണ്ടതായിരുന്നു, അത് അവിടുന്ന് തെറ്റിപ്പോകേണ്ടതല്ല എന്നുള്ളത് അവൻ കൃത്യമായി വിശ്വസിക്കണം. വഅന്നമാ അഖ്തഅഹു ലം യകുൻ ലിയുസീബഹു. അവന് കിട്ടാതെ അവനിൽ നിന്നും തെറ്റിപ്പോയ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് അവന് കിട്ടേണ്ടതായിരുന്നില്ല എന്നുകൂടി അവൻ വിശ്വസിക്കേണ്ടതുണ്ട്. ഇത് ഈമാനിന്റെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഖദറിലുള്ള ഖൈറിലും ഷർറിലും വിശ്വസിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ, നബിയെ പറയുക, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. നബിയെ വിശ്വാസികളോട് പ്രഖ്യാപിക്കാൻ പറയുക, ലൻ യുസീബനാ, നമുക്ക് ബാധിക്കുകയില്ല, ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു
എന്തൊന്ന് നമുക്ക് എഴുതിയിട്ടുണ്ടോ അതല്ലാതെ നമുക്ക് ബാധിക്കുകയില്ല എന്ന് പറയുക നബിയെ. ഹുവ മൗലാന, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവരുടെ യജമാനൻ, അല്ലാഹു തആലയാണ് ഇതെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട്. പലപ്പോഴും ആളുകളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചില സമയത്ത് അത് അങ്ങനെ വേണ്ടതുപോലെ വിശ്വസിക്കുകയില്ല. അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ വലിയൊരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് മറ്റാരോ ഉദ്ദേശിച്ച് ചെയ്തതാണ്, മറ്റാരോ ചെയ്തതിന്റെ ഫലമായിട്ട് മാത്രം ഉണ്ടായതാണ്, അള്ളാഹു ഇത് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തോന്നുന്ന രൂപത്തിലൊക്കെ ആളുകൾ സംസാരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കിയവൻ അവന് ഉറപ്പിച്ചു പറയാൻ സാധിക്കണം, നാം കാണുന്ന നമുക്ക് സന്തോഷമുണ്ടാകുന്ന ആനന്ദമുണ്ടാകുന്ന കാര്യമാകട്ടെ, നമുക്ക് ക്ലേശകരമായി പ്രയാസകരമായി തോന്നുന്ന കാര്യമാകട്ടെ, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവോടുകൂടി മാത്രമാണ് അള്ളാഹു അത് പടച്ചിട്ടുള്ളത്. എന്തുകൊണ്ടത് പടച്ചു എന്ന് ചോദിക്കാൻ നിനക്ക് അധികാരമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവന്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും ഉണ്ടാവുകയുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. ഇത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തവന് ഖദർ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും കൃത്യമായ ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്തുകൊണ്ട് ഇത്ര വലിയ ദുരന്തമുണ്ടായി, എന്തുകൊണ്ട് ഇത്ര വലിയ പ്രയാസമുണ്ടായി? അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ചില ഹിക്മത്തുകളുണ്ട്. അത് ചിലത് നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും, ചിലത് നമുക്ക് അറിയാൻ സാധിക്കുകയില്ല, ചിലപ്പോൾ തീരെ നമുക്കറിയാൻ സാധിക്കുകയില്ല. അപ്പൊ നമുക്കൊരു കാര്യം അറിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രവർത്തനത്തെയും നമ്മൾ നിഷേധിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ അത് അള്ളാഹു ചെയ്തതല്ല എന്ന രൂപത്തിലൊന്നും പറയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയാതെ ഒരു ഇല പോലും ഈ ഭൂമിയിൽ വീഴുകയില്ല. പിന്നെയാണോ വലിയ ഉരുളൻ കല്ലുകൾ? സഹോദരങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് മാത്രമേ അവിടെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹിക്മത്ത് അതിന്റെ പിന്നിലുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, അള്ളാഹു ഒരാളോട് പോലും ഒരു തരി അനീതി ചെയ്യുകയില്ല എന്ന അടിസ്ഥാനവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അടിമകളോട് ഒരാളോടും ഒരു തരി അനീതി അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയില്ല. അള്ളാഹു തആല ദുൽമ അവൻ ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങൾ മുഴുവനും അദ്ൽ മാത്രമാണ്, നീതി മാത്രമാണ്. ഇത് വളരെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങേയറ്റം ഹിക്മത്തുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം നീതിയുണ്ട്. നീതിയില്ലാത്ത അക്രമം നഊദു ബില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുകയില്ല. ഇത് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഖദറിൽ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഭയവും അള്ളാഹുവിലുള്ള പ്രത്യാശയും ഒക്കെ അവന് വർദ്ധിക്കുന്നതായിരിക്കും. ഖദറിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരാൾക്ക് അവന്റെ ഹൃദയത്തിന് വിശാലതയും അതുപോലെ സൗഭാഗ്യവാനായിട്ടൊക്കെ അവൻ ജീവിക്കാൻ സാധിക്കുക ഖദറിൽ വിശ്വസിക്കുമ്പോഴാണ്. ഖദറിൽ വിശ്വസിക്കാത്ത ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം, ഈ ലോകത്തിനൊരു റബ്ബ് ഉണ്ട് എന്ന് തന്നെ അംഗീകരിക്കാത്ത ഒരുവനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തെറ്റായ ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇത്തരം ഘട്ടങ്ങളിൽ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ അവൻ സമാധാനം ഉണ്ടാവുക? ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവുകയില്ല. ഇതെന്ത്, ആര് ചെയ്തു, എന്ത് ചെയ്തു എന്ന വെപ്രാളത്തിലാണ്. എന്നാൽ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് പറയാൻ സാധിക്കും, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയെ പടക്കുന്നതിന് 50,000 വർഷം മുമ്പ് തന്നെ ഇന്ന ഡേറ്റിൽ ഇന്നത് ഉണ്ടാവണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഇത് കേൾക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് വായിക്കണമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത് സംഭവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞതും അവൻ പ്രവർത്തിച്ചതും മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ എന്ന കാര്യം സഹോദരങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇവിടെ അദ്ദേഹം പറയുന്നത് ബാബു ജാഅ ഫീ മുൻകിരിൽ ഖദർ, ഖദറിനെ നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോൾ സഹോദരങ്ങളെ, ഖദറിലുള്ള വിശ്വാസം പ്രധാനപ്പെട്ട 4 അടിത്തറകൾ ഒരാൾ മനസ്സിലാക്കിയാൽ അവന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഖദറിലുള്ള വിശ്വാസം, പണ്ഡിതന്മാർ പറയാറുള്ളത് ഖദറിന് 4 പദവികളുണ്ട്, അല്ലെങ്കിൽ 4 അടിസ്ഥാനങ്ങളുണ്ട്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാൾക്ക് ഖദറിലുള്ള വിശ്വാസം എളുപ്പമായി തീരും. അതിൽ ഒന്നാമത്തത് അവൻ മനസ്സിലാക്കേണ്ടത് അൽ ഇൽം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിനെ കുറിച്ച് അവൻ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അല്ലാഹു തആല കഴിഞ്ഞുപോയ കാര്യങ്ങളും വരാനിരിക്കുന്ന കാര്യങ്ങളും, ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടില്ല, അത് സംഭവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും അത് സംഭവിക്കുക, ഒരു കാര്യം ഇങ്ങനെയാണ് സംഭവിച്ചത്, അങ്ങനെയല്ല ഇങ്ങനെയാണ് സംഭവിച്ചത്, എങ്ങനെയായിരിക്കും ഉണ്ടാവുക, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അതുപോലെ സൂക്ഷ്മമായും വളരെ ഗോപ്യമായതും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുന്നവനാണ്. അല്ലാഹു അറിയാത്ത ഒരു കാര്യവും ഭൂമിയിലില്ല. അല്ലാഹുവിന്റെ അറിവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ തന്നെ അവൻ ഖദറിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിന്റെ അറിവിനെ കുറിച്ച് ഒരാൾ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ കാര്യം ഇത് നേരത്തെ അറിയാം, ഇത് ഒരു കാര്യം സംഭവിച്ചിട്ട് വേണ്ട അല്ലാഹു തആലക്ക് അറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം സംഭവിക്കുമ്പോഴാണ് ഇത് ഇന്നതാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിന്റെ ആവശ്യമില്ല. അല്ലാഹു തആലക്ക് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും എന്തെല്ലാം സംഭവിക്കും എല്ലാം അല്ലാഹു തആലക്ക് അറിയാവുന്നവനാണ്. അല്ലാഹുവിന് അറിയാത്തതായി ഒരു കാര്യവുമില്ല എന്ന കാര്യം ഒന്നാമതായി മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എഴുതാൻ കൽപ്പിച്ചിട്ടുണ്ട്. അൽ കിതാബ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് എഴുതാൻ കൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ഒരു പേനയെ പടക്കുകയും അങ്ങനെ ആ പേനയോട് ഖിയാമത്ത് നാൾ വരെ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി രേഖപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. ഈ രണ്ട് കാര്യങ്ങളും അല്ലാഹു തആല പറയുന്നു നോക്കൂ. അലം തഅലം അന്നല്ലാഹ യഅലമു മാ ഫിസ് സമാഇ വൽ അർദ്. നിനക്കറിയുകയില്ല, നീ മനസ്സിലാക്കിയിട്ടില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളിലുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ അറിയുമെന്ന്. ഇന്ന ദാലിക ഫീ കിതാബ്, അതെല്ലാം വ്യക്തമായ രേഖയിലുള്ളതാണ്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, അല്ലാഹുവിന് അത് വളരെ എളുപ്പമുള്ള കാര്യവുമാണ്. ഇത്രയും കാര്യങ്ങൾ രേഖപ്പെടുത്തുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അത് എളുപ്പമുള്ള കാര്യമാണ് എന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. മൂന്നാമത്തേത് അൽ മശീഅയാണ്, ഉദ്ദേശമാണ്. അല്ലാഹു രേഖപ്പെടുത്തിയ കാര്യം എപ്പോൾ സംഭവിക്കണമെന്നുള്ളത് അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഓരോന്നും ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തിലും ഓരോ വ്യക്തിക്കും എപ്പോൾ എന്ത് സംഭവിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉദ്ദേശിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അല്ലാഹു ഉദ്ദേശിച്ചാൽ മാത്രമേ നമുക്ക് ഖൈർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു നേരത്തെ ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളിൽ നിന്നും ഒരു ഷർറ് സംഭവിച്ചത്. പക്ഷേ ഇവിടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനം അല്ലാഹു തആല മനുഷ്യർക്കും മശീഅത്ത് നൽകിയിട്ടുണ്ട് എന്നാണ്. മനുഷ്യർക്കും മശീഅത്ത് നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് ഈ ഒരു സംസാരം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കൂട്ടി അത് എഴുതിയത് കൊണ്ടാണ്. എന്നാൽ അതിനർത്ഥം അല്ലാഹു തആല അതിനെന്നെ നിർബന്ധിച്ചു എന്നല്ല. എനിക്ക് ഈ സംസാരിക്കുന്ന സംസാരം തുടരാനും സാധിക്കും, ഇതിവിടെ നിർത്തി എഴുന്നേറ്റ് പോകാനും സാധിക്കും. അല്ലാഹു രണ്ടിനും നമുക്ക് കഴിവ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഉദ്ദേശിക്കാൻ, പ്രവർത്തിക്കുന്നത് വേണമെങ്കിൽ പ്രവർത്തിക്കാം, വേണമെങ്കിൽ നന്മ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ തിന്മ പ്രവർത്തിക്കാൻ അല്ലാഹു ഉദ്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മശീഅത്തിന്റെ കീഴിൽ മാത്രമായിരിക്കും, അതിന്റെ കീഴിൽ മാത്രമായിരിക്കും. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. വമാ തശാഊന, നിങ്ങൾ ഒന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ സാധിക്കും എന്നതിന്റെ ഇസ്ബാത്ത് കൂടിയാണത്. ഇല്ലാ അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് അല്ലാതെ. ഈ കാര്യം ആഴത്തിൽ അനാവശ്യമായി ചിന്തിക്കുന്ന ആളുകൾ കുഴപ്പത്തിൽ വീണു പോകാൻ സാധ്യതയുണ്ട്. അറിവിന്റെ പിൻബലമില്ലാതെ അനാവശ്യമായി ഇത്തരം കാര്യങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി ചിന്തിക്കുന്ന ആളുകൾക്ക് ഫിത്ന ബാധിക്കാൻ സാധ്യത. അതുകൊണ്ടാണ് മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത് ഖദർ അത് അനാവശ്യമായ ചോദ്യങ്ങളിലേക്കും ചിന്തകളിലേക്കും പോകാൻ പാടില്ല. ഖദർ അള്ളാഹുവിന്റെ സിറാണ്, അവന്റെ രഹസ്യമാണ്. അത് അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്റത്താണ് ഖദർ എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് അനാവശ്യമായി നമ്മൾ ഊളിയിട്ടിറങ്ങേണ്ടതില്ല. മറിച്ച് എന്താണോ ഗൈബിയായ വിഷയങ്ങളിൽ പൊതു ഖായിദ, പൊതു നിയമം എന്താണോ അറിയിക്കപ്പെട്ടത് അത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എല്ലാം ആവരണം ചെയ്താലേ ഞാനത് വിശ്വസിക്കുകയുള്ളൂ എന്നുള്ളത് മുഅ്മിനിന്റെ സ്വഭാവമല്ല. എന്നാൽ ആഴത്തിൽ പഠിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അത് വിശദീകരിക്കാനും അത് മനസ്സിലാക്കി തരാനും എളുപ്പമാണ്. പക്ഷെ സാധാരണക്കാരായ ആളുകൾക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്കാല് വന്നാൽ അതിൽ ആമൻതു ബില്ലാഹ് വറസൂലി, അള്ളാഹുലും അവന്റെ റസൂൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്നവൻ പറയേണ്ടതാണ്. ഇതാണ് മൂന്നാമത്തെ കാര്യം, അൽ മശീഅ. നാലാമത്തെ അൽ ഖൽഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാത്തിനെയും പടക്കുന്നവൻ. അവൻ ഉദ്ദേശിക്കുന്ന കാര്യം അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ പടക്കുന്നതാണ് എന്ന കാര്യം സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇത് ഖദറിന്റെ വളരെ പ്രധാനപ്പെട്ട 4 അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കുക. നോക്കാം. ബാബു മാ ജാഅ ഫീ മുൻകിരി അൽ ഖദർ.
ഖദറിന്റെ വിഷയത്തിൽ നിഷേധികളായ ആളുകളുമായി ബന്ധപ്പെട്ട വിഷയം. അപ്പൊ ഇത് ആദ്യമായി ഖദറിന്റെ വിഷയത്തിൽ അതായത് ഈ ഉമ്മത്തിൽ ആദ്യമായി വന്നിട്ടുള്ള ഒരു ബിദ്അത്തിന്റെ വ്യതിയാനത്തിന്റെ കക്ഷികൾ അത് ഖദറിന്റെ വിഷയത്തിലാണ് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നഹു സയകൂനു ഫി ഉമ്മത്തി അഖ്വാമുൻ യുകസിബൂന ബിൽ ഖദർ. എന്റെ ഉമ്മത്തിൽ, അതായത് മുസ്ലിമീങ്ങളിലേക്ക് ചേർത്തി പറയുന്ന ആളുകളിൽ നിന്ന് തന്നെ ഖദറിനെ കളവാക്കുന്ന ചില ആളുകൾ വരുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിഭാഗം സഹോദരങ്ങളെ ഉണ്ടായിട്ടുണ്ട്. അവർ സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. സ്വഹാബികളിൽപ്പെട്ടവരല്ല. നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വഹാബികളിൽ ഒരാൾക്കും ഒരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ല. സ്വഹാബികളിൽ ഒരാൾക്കും ഒരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ല. മറിച്ച് സ്വഹാബികളുടെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന താബിഈങ്ങളായ, അതായത് താബിഈങ്ങളുടെ ഒപ്പം സഹവസിച്ചിരുന്ന ഒരുപാട് ആളുകൾക്ക് ഖദറിൽ പിഴച്ചിട്ടുണ്ട്. മഅബദു ജുഹ്നി എന്ന് പറയുന്ന വ്യക്തിയാണ് ആദ്യമായി ഖദറിന്റെ വിഷയത്തിൽ പിഴവുമായി വന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ അവർ ഖദർ എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല, എല്ലാം അപ്പപ്പോൾ സംഭവിക്കുന്നതാണ്, എല്ലാം മുർഉനുഫ്, എല്ലാം അപ്പപ്പോൾ ഉണ്ടാകുന്നതാണ്, ലാ ഖദർ, ഖദറില്ല എന്ന വാദവുമായി അവർ വരികയുണ്ടായിട്ടുണ്ട്. അപ്പൊ അതാദ്യം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ നിന്നും ആദ്യം തെറ്റിപ്പോയ ഒരു വിഭാഗമാണ് ഖദരിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദരിയാക്കളെ കുറിച്ച് പറഞ്ഞത് അൽ ഖദരിയത്തു മജൂസു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ മജൂസികളാണ് ഖദരിയാക്കൾ. ഇൻ മരിദു ഫലാ തഊദൂഹും, അവർ രോഗിയായാൽ നിങ്ങൾ പോയി സന്ദർശിക്കരുത്. വ ഇൻ മാതു ഫലാ തശ്ഹദൂഹും, അവർ മരണപ്പെട്ടാൽ നിങ്ങളത് പോയി കാണുകയും വേണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഖദരിയാക്കളുടെ ഈ വിഭാഗം, അതായത് ആദ്യമായി ഉണ്ടായ മഅബദുൽ ജുഹ്നി എന്ന് പറയുന്ന വ്യക്തിയുടെ കീഴിലുണ്ടായിരുന്ന ഈ വിഭാഗം, അവർ കാഫിറുകളായ ആളുകളാണ്. അവർക്ക് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. കാരണം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമു സാബിഖിനെ, അല്ലാഹു എല്ലാം നേരത്തെ കൂട്ടി അറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തെ തന്നെ നിഷേധിക്കുന്നവരാണ്. കാരണം അവരുടെ വാദം അങ്ങനെയാണ്. അവരുടെ വാദം എന്തായിരുന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായി ഇമാം മുസ്ലിം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഹദീസിൽ, കിതാബുൽ ഈമാനിലെ ഒന്നാമത്തെ ഹദീസിൽ അത് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഹദീസു ജിബ്രീൽ എന്ന് കേട്ടിട്ടുള്ള വളരെ പ്രസിദ്ധമായ ഹദീസുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരുന്നതും അങ്ങനെ സഹാബികൾക്ക് ദീൻ പഠിപ്പിക്കുന്നതിനു വേണ്ടി ഇസ്ലാമിനെ കുറിച്ചും ഈമാനിനെ കുറിച്ചും ഇഹ്സാനിനെ കുറിച്ചും ഒക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്ത ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തന്റെ പിതാവായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നതാണ്. അപ്പൊ ആ ഹദീസിന്റെ പശ്ചാത്തലം നമുക്ക് കാണാം. അതിൽ ഈ വിഷയം വളരെ കൃത്യമായി പറയുന്നുണ്ട്. യഹ്യ ബിൻ യഅ്മർ റഹിമഹുല്ലാ, അദ്ദേഹത്തിൽ നിന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, കാന അവ്വല മൻ ഖാല ഫിൽ ഖദ്ർ ബിൽ ബസ്റ മഅബദുൽ ജുഹ്നി, ബസ്റയിൽ ആദ്യമായി ഖദറിന്റെ വിഷയത്തിൽ ഒരു ഫിത്നയുമായി വന്നിട്ടുള്ളത് മഅബദുൽ ജുഹ്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്, ഫൻതലഖ്തു അന വ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹിംയരി ഹാജൈൻ ഔ മുഅ്തമിറൈൻ. അങ്ങനെ ഈ വിഷയത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ, ഈ ഒരു ഫിത്ന അവിടെ ഉണ്ടായി. അപ്പൊ ഈ വിഷയത്തിൽ ഒരു വിധി മനസ്സിലാക്കുന്നതിന് വേണ്ടി, ശരി എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഹുമൈദ് ബിൻ അബ്ദുറഹ്മാൻ അൽ ഹിംയരിയും റഹിമഹുമുല്ലാ രണ്ടുപേരും കൂടി ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്ക് വേണ്ടി ഞങ്ങൾ പുറപ്പെട്ടു. ഫഖുൽനാ ലൗ ലഖീനാ അഹദ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസഅൽനാഹു അമ്മാ യഖൂലു ഹൗലാഇ ഫിൽ ഖദർ. ഞങ്ങൾ എന്തിന് പുറപ്പെട്ടത്? സഹാബികളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ കാണണം, സഹാബികളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ കാണണം, അവരോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ചോദിക്കണം, ഖദറുമായി ബന്ധപ്പെട്ട വിഷയം ചോദിക്കണം. ഫൗഫിഖ ലനാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ബിൻ ഖത്താബ് ദാഖിലൻ അൽ മസ്ജിദ്. അങ്ങനെ ഞങ്ങൾക്ക് അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അദ്ദേഹത്തെ കാണാൻ അള്ളാഹു തൗഫീഖ് തന്നു. അദ്ദേഹം ഇങ്ങനെ മസ്ജിദിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റി. ഫഖ്തനഫ്തുഹു അന വസാഹിബിഹി അഹദുന അൻ യമീനിഹി വൽ ആഖറു അൻ ശിമാലിഹി. ഞാനും എൻ്റെ ഒപ്പമുള്ള ആളും ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ ഇരുവശങ്ങളിലായി അവിടെ നിൽക്കുകയുണ്ടായി. ഫളനന്തു അന്ന സാഹിബി സയകിലുൽ കലാമ ഇലൈ. എനിക്ക് മനസ്സിലായി എൻ്റെ കൂട്ടുകാരൻ സംസാരം എന്നെ ഏൽപ്പിക്കുകയാണ്, ഞാനാണ്, രണ്ടാളുണ്ട്, ഞാനാണ് ഫത്വ ചോദിക്കേണ്ടത് എന്നെനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ചോദിച്ചു. ഫഖുൽതു അബ അബ്ദുറഹ്മാൻ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുനിയത്താണ്. ഇന്നഹു ഖദ് ളഹറ ഖിബലന നാസുൻ യഖറഊന അൽ ഖുർആൻ വയതഫഖറൂന വയതഖഫറൂന അൽ ഇൽം. ഞങ്ങളുടെ ഇടയിൽ ചില ആളുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ ഖുർആനൊക്കെ നന്നായി ഓതുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. വയതഖഫറൂന അൽ ഇൽം, ഇൽമിന് വേണ്ടി
സഞ്ചരിച്ച് പഠിച്ച് മെനക്കെടുന്ന ആളുകൾ തന്നെയാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇബാദത്തിലൊക്കെ നല്ല കഴിവും നല്ല അറിവും ഒക്കെ ഉള്ള ആളുകളാണ്. വദക്കറ മിൻ ശഅനിഹിം, അവരെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറഞ്ഞു. വഅന്നഹും യസ്ഉമൂന അൻ ലാ ഖദർ വഅന്നൽ അംറു ഉനഫ്. പക്ഷെ അവർ ഒരു കാര്യം ഇപ്പോൾ പറയുന്നുണ്ട്, ഖദറില്ല, അങ്ങനെ എല്ലാം അള്ളാഹു നേരത്തെ കൂട്ടി വെച്ചതാണ് എന്നൊന്നും പറഞ്ഞുകൂടാ, അതാത് സമയത്ത് ഇത് സംഭവിക്കുന്നതാണ്, അപ്പോൾ സംഭവിക്കുന്നതാണ് എന്നവർ പറഞ്ഞു. ഇത്രയും നേരം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ കേൾക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രധാനപ്പെട്ട അവരുടെ വ്യതിയാനം വന്നപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇദാ ലഖീത ഉലൈക ഫഅഖ്ബിർഹും അന്നി ബരീഉം മിൻഹും. നീ ഇനി തിരിച്ച് നിന്റെ നാട്ടിൽ പോയി അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ അറിയിക്കണം, അന്നി ബരീഉം മിൻഹും, ഞാൻ അവരുമായി യാതൊരു ബന്ധവുമില്ല, എന്റെ ബറാഅത്ത് അംഗീകരിക്കുകയാണ്, എന്റെ ബന്ധവിച്ഛേദനം ഞാൻ അറിയിക്കുകയാണ്. വഅന്നഹും ബുറാഉ മിന്നി, അക്കൂട്ടർക്ക് ഞാനുമായും യാതൊരു ബന്ധവുമില്ല എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം അറിയിക്കുകയാണ്. അത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവർ കാഫിറുകളാണ് എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. സഹോദരങ്ങൾ, ഒരുപാട് പാഠങ്ങളുള്ള ഒരു ഹദീസാണ്, അതിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠം, അത് പറയാതെ വയ്യ, ഫിത്നകൾ ഉണ്ടാകുന്ന സമയത്ത്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അറിവുള്ള പണ്ഡിതന്മാരിലേക്കാണ് മടക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. അത് തന്നെ പണ്ഡിതന്മാരിൽ അങ്ങേയറ്റം കഴിവുള്ള കിബാറുകളായ, ഇൽമിൽ പ്രായത്തിലൊക്കെ അങ്ങേയറ്റം കിബാറുകളായ പണ്ഡിതന്മാരിലേക്കാണ് അഭിപ്രായ വ്യത്യാസത്തിൽ മടക്കേണ്ടത് എന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട തെളിവ് ഇതിലുണ്ട് എന്നാണ്. കാരണം ഇവിടെ താബിഈങ്ങളായ ആളുകളാണ് അഭിപ്രായ വ്യത്യാസത്തിൽ ചോദിക്കാൻ വരുന്നത്. അവർക്ക് വേണമെങ്കിൽ അവരുടെ നാട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു താബിഈയോടൊക്കെ ചോദിക്കാമായിരുന്നു. പക്ഷെ അവർക്ക് സ്വഹാബികളെ തന്നെ തേടി വരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കിട്ടിയതിൽ അവർ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അവർക്ക് വലിയൊരു തൗഫീഖായി കാണുകയാണ്. അത്രയും വലിയൊരു പണ്ഡിതനോട് അവർക്ക് ചോദിക്കാൻ സാധിക്കുകയും അങ്ങനെ ഈ വിഷയത്തിലുണ്ടായ ശുബഹത്തുകൾ, മനസ്സിലുണ്ടായ ചില സന്ദേഹങ്ങളൊക്കെ അത് നീങ്ങുകയും അവർക്ക് കാര്യം മനസ്സിലാക്കി അവർ തിരിച്ചു പോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന സമയത്ത് പണ്ഡിതന്മാരോട് ചോദിക്കുക, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വളരെ പ്രധാനപ്പെട്ട മൻഹജാണ്. അതല്ലാതെ അറിവില്ലാത്ത ആളുകൾ കൂട്ടം കൂടി ചർച്ച ചെയ്ത് അതിനൊരു മസ്ലഹത്ത് ഉണ്ടാക്കുക, അതിലൊരു തീരുമാനം പറയുക എന്നുള്ളത് അല്ല. മറിച്ച് അറിവുള്ളവരോടാണ് ചോദിക്കേണ്ടത്. അല്ലാഹു തആല കൽപ്പിച്ച കാര്യവുമാണ്. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾ അറിവില്ലാത്ത കാര്യങ്ങൾ അറിവുള്ള ആളുകളോട് ചോദിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ സംസാരിക്കേണ്ട ഒരുപാട് മര്യാദകൾ ഈ ഹദീസിൽ പറയുന്നുണ്ട്. രണ്ടാൾ പോയ സമയത്ത് ഒരാൾ സംസാരിക്കാൻ എന്നെ അനുവദിച്ചു എന്ന് തോന്നിയപ്പോഴാണ് മറ്റേയാൾ സംസാരിക്കുന്നത്. സംസാരിക്കുമ്പോൾ നല്ല സംസാരമാണ് അദ്ദേഹം ആരംഭിക്കുന്നത്, കുനിയത്ത് വിളിച്ചുകൊണ്ടും മറ്റുമൊക്കെ. അങ്ങനെ ഒരുപാട് മര്യാദകളൊക്കെ പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വിഷയം ഇവിടെ ഖദരിയാക്കളെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവരുമായി ബന്ധവിച്ഛേദനം നടത്തുകയാണ്. ഇത് ഖദരിയാക്കളിലെ ഗുലാത്തുകളാണ്, അങ്ങേയറ്റം പഴച്ച ആളുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മഅബദുൽ ജുഹനിയും കൂട്ടരും അക്കൂട്ടത്തിൽപ്പെട്ടതാണ്. പിന്നീടുണ്ടായിരുന്ന ഖദരിയാക്കൾ പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനൊരു വിഭാഗം പിന്നീട് കാലഹരണപ്പെട്ടുപോയി, അങ്ങനെയുള്ള വിഭാഗം പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നീടുണ്ടായിരുന്ന വിഭാഗങ്ങൾ പലതും ഖദറിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിനെ കുറിച്ച് അംഗീകരിക്കുന്നവരാണ്. അള്ളാഹു എല്ലാം നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നതേ ഇവിടെ നടക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്, നമ്മളെ കാര്യമാണ് ചെയ്യുന്നത് എന്ന രൂപത്തിലേക്ക് അവരുടെ ബിദ്അത്ത് മാറുകയുണ്ടായി. അക്കൂട്ടർ കാഫിറുകളാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ അവരെയും കാഫിറുകളാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കൊടുത്തിട്ടുള്ള ഹദീസുകളിലേക്കും അസ്റുകളിലേക്കും നോക്കാം. ഖാല അൽ മുസന്നിഫ് റഹിമഹുല്ലാ വഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഹദീസ് തന്നെ, അതായത് ഈ ഹദീസിന്റെ ബാക്കി തന്നെയാണ്, നമ്മളിപ്പോൾ തൊട്ടു മുമ്പ് കേട്ട ഹദീസിന്റെ ബാക്കി തന്നെയാണ്. അതെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലദീ നഫ്സു ഇബ്നു ഉമറിൻ ബിയദി വല്ലദീ നഫ്സു ഇബ്നു ഉമർ ബിയദി, ഇബ്നു ഉമറിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ലൗ കാന ലി അഹദിഹിം മിസ്ലു ഉഹദിൻ ദഹബ, ഈ ഖദർ നിഷേധികളായ ആളുകളുടെ കയ്യിൽ ഉഹുദ് മലയോളം സ്വർണമുണ്ടായിരുന്നു, തുമ്മ അൻഫഖഹു ഫീ സബീലില്ലാഹ്, എന്നിട്ട് അവർ അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുകയും ചെയ്തു, മാ ഖബിലല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ, ഖദറിൽ വിശ്വസിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കണം അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? കാരണം ഈമാനില്ലാതെ അമലുകൾക്ക് സ്വീകാര്യതയില്ല. ഒരാളുടെ വിശ്വാസ കാര്യങ്ങൾ അടിത്തറ ശരിയാവാതെ
എന്ത് അമൽ ചെയ്തിട്ടും കാര്യമില്ല. ഈമാൻ ഇല്ലാത്തവന്, ഖദറിൽ വിശ്വസിക്കാത്തവന് ഈമാനില്ല, ഖദറിൽ വിശ്വസിക്കാത്തവന് വിശ്വാസം ഇല്ല. അതുകൊണ്ട് തന്നെ അതിന്മേൽ പണിയുന്ന അമലുകൾ ഒന്നും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കുകയില്ല. അത് വിശ്വാസ കാര്യങ്ങൾക്ക് അങ്ങേയറ്റം പ്രാധാന്യമുണ്ട് എന്ന കാര്യമാണ് ഇവിടെ അറിയിക്കുന്നത്. ഖദർ മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഹീദിൽ ഒരാളുടെ വിശ്വാസം ശരിയായിട്ടില്ല എങ്കിൽ അയാൾ ചെയ്യുന്ന മറ്റ് അമലുകൾക്കൊന്നും യാതൊരു പ്രസക്തിയും ഉണ്ടാവുകയില്ല, അള്ളാഹു സ്വീകരിക്കുകയില്ല. വളരെ കൃത്യമായിട്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ആ വിഷയം ഇവിടെ പഠിപ്പിക്കുന്നത്. മാ ഖബിലല്ലാഹു മിൻഹു ഹത്താ യുഅ്മിന ബിൽ ഖദർ, ഖദറിൽ വിശ്വസിക്കുന്നവരെ അള്ളാഹു സ്വീകരിക്കുകയില്ല. ആളുകൾ പറയില്ല, കുറേ ആള് സഹായിക്കുന്ന വ്യക്തിയല്ലേ, ഒരുപാട് പാവപ്പെട്ടവരെ കണ്ണീരൊപ്പുന്ന ആളല്ലേ, എത്ര യതീമക്കൾക്ക് അയാൾ ഒരു തുണയായിട്ടുണ്ട്, എത്ര വീടുകൾ പണിഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു കാര്യമില്ല. അതിനേക്കാൾ അപ്പുറമാണ് ഉഹുദ് മലയോളം സ്വർണം ചെലവഴിക്കുക എന്ന് പറഞ്ഞത്. ഉഹുദ് മല കണ്ട ആൾക്കറിയാം. ഉഹുദ് മലയോളം സ്വർണം ചെലവഴിച്ചാൽ ഈ ദുനിയാവിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരാൾക്ക് ഒരുക്കാൻ സാധിക്കും. അത് ചെലവഴിച്ചിട്ടും കാര്യമില്ല എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്. പിന്നെ അതിന്റെ താഴെ ചെലവഴിക്കുന്ന ആളുടെ കാര്യം നമ്മൾ പറയേണ്ടതില്ലല്ലോ. ثم استدل بقول النبي صلى الله عليه وسلم. മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറയുന്നു, പിന്നീട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ട് പറഞ്ഞു. കാരണം ഈ വിഷയം പറഞ്ഞതിന് ശേഷമാണ് ഹദ്ദസനി അബി ഉമർ ബിൻ ഖത്താബ്, എന്റെ ഉപ്പ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഹദീസ് ജിബ്രീൽ ആദ്യം മുതൽ അവസാനം വരെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഈമാൻ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ് അദ്ദേഹം ഇവിടെ കൊടുത്തത്. അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹ്, ഈമാൻ എന്നാൽ അല്ലാഹുവിൽ വിശ്വസിക്കലാണ്, വമലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്, വകുതുബിഹി, അവന്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കലാണ്, വറുസുലിഹി, അവന്റെ ദൂതന്മാരിൽ വിശ്വസിക്കലാണ്, വൽ യൗമിൽ ആഖിർ, ആഖിറത്തിൽ വിശ്വസിക്കലാണ്. പിന്നീട് നോക്കണം, ഖദർ പറയുമ്പോൾ ആ ക്രിയ ഫിഅൽ ഒന്നുകൂടി ആവർത്തിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരി, ഖദറിൽ അതിന്റെ ഖൈറിലും ഷർറിലും നിങ്ങൾ വിശ്വസിക്കലാണ് എന്നാണ്. ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ചേർത്തിയാണ് പറഞ്ഞത് ആ ക്രിയയിലേക്ക്. പക്ഷെ ഇവിടെ ക്രിയ ആവർത്തിക്കുകയാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, ഖദറിന് അങ്ങേയറ്റം പ്രാധാന്യമുണ്ട്, അതിൽ പിഴച്ചു പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതലായിട്ടുള്ളത്. ശരിയാണ്, അതാണ് ആദ്യമായി മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടായിരുന്ന പിഴവ്. ആദ്യമുണ്ടായിരുന്ന പിഴവ് ഇസ്തിഗാസയുടെ വിഷയത്തിലായിരുന്നില്ല, ഖബർ കെട്ടിപ്പൊക്കണോ വേണ്ടേ എന്നുള്ള വിഷയത്തിൽ ആയിരുന്നില്ല, അള്ളാഹു അല്ലാത്തവരോട് വിളിക്കണോ വേണ്ടേ, അല്ല, അങ്ങനെയൊന്നും ഒരു വിഷയമേ സഹാബികളുടെയോ താബിഈങ്ങളുടെയോ കാലഘട്ടത്തിലേ ഉണ്ടായിട്ടില്ല. മറിച്ച് ആദ്യമുണ്ടായിരുന്ന വിഷയം ഖദറുമായി ബന്ധപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, ഖദർ അതിന്റെ ഖൈറിലും ഷർറിലും വിശ്വസിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നോക്കൂ, ഇതിനെക്കുറിച്ച് സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഈമാൻ കാര്യത്തിൽ പെട്ടതാണ് ഖദർ എന്നുദ്ധരിക്കാൻ വേണ്ടിയാണ് ഈ ഹദീസ് കൊടുത്തത്. ഈമാൻ എന്താൽ എന്നുള്ളതിൽ ഖദർ ഉൾപ്പെടും എന്നുള്ള കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇബ്നു ഉമർ റളിയല്ലാഹു അദ്ദേഹം ഇത് കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമതായി കൊടുത്തിട്ടുള്ളത് മറ്റൊരു ഹദീസാണ്. വഅൻ ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഖാൽ, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലിബ്നിഹി, തന്റെ മകനോട് പറഞ്ഞു. ഉബാദത്ത് ബിൻ സാമിത്ത് വളരെ പ്രസിദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹം തന്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ ഇന്നക ലൻ തജിദ തഅമൽ ഈമാൻ ഹത്താ തഅലമ അന്ന മാ അസാബക ലം യകുൻ ലിയുഖ്തിയക വമാ അഖ്താക ലം യകുൻ ലിയുസീബക. ഓ പൊന്നുമകനെ, ഇന്നക ലൻ തജിദ തഅമൽ ഈമാൻ, നിനക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. സഹോദരങ്ങൾ, ഈമാനിന് യഥാർത്ഥത്തിൽ ഒരു മാധുര്യമുണ്ട്. പണ്ഡിതന്മാർ പറയുന്നത്, നമ്മൾ മധുരമുള്ള പലഹാരങ്ങൾ കഴിക്കുന്നത് പോലെ അങ്ങനെ തന്നെയുള്ള ഒരു മാധുര്യം ഈമാനിനുണ്ട്. പക്ഷെ അത് കൽബിലാണ് അനുഭവിക്കാൻ സാധിക്കുക, നാവിന്റെ തുമ്പിലല്ല. അത് സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിൽ സന്തോഷവും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ആഗ്രഹവും, അങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവനൊരു പ്രത്യേക സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുക, അങ്ങനെ ഒരു ഈമാനിന്റെ മാധുര്യം അത് ലഭിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈമാനിന്റെ മാധുര്യം ഒരാൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഹത്താ തഅലമ അന്ന മാ അസാബക ലം യകുൻ ലിയുഖ്തിയക, തനിക്ക് ബാധിച്ചൊരു കാര്യം തന്നെ തൊട്ട് തെറ്റിപ്പോകാനുള്ളതല്ലെന്ന് അവൻ മനസ്സിലാക്കുന്നത് വരെ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, രോഗമാകട്ടെ, അപകടമാകട്ടെ, അങ്ങനെ എന്തുമാകട്ടെ, എനിക്കത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ തൊട്ട് തട്ടിപ്പോകാനുള്ളതല്ല, അതെനിക്ക് തന്നെ സംഭവിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചതാണ് എന്ന് കൃത്യമായി അവൻ വിശ്വസിക്കുന്നത് വരെ അവന് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കില്ല. വമാ അഖ്തഅക ലം യകുൻ യുസീബക, അതുപോലെ എനിക്ക് എന്തെങ്കിലും കിട്ടാതെ എന്നിൽ നിന്നും തെറ്റിപ്പോയാൽ അതെനിക്ക് കിട്ടേണ്ടതായിരുന്നില്ല എന്നും നമ്മൾ വിശ്വസിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ
പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു ചിന്ത ആളുകൾക്ക് എന്ത് ചെയ്യും, ചില സമയത്ത് ഉണ്ടാകും. നമുക്കെന്തെങ്കിലുമൊക്കെ ഒരുപാട് പരിശ്രമിച്ചിട്ട് കിട്ടാത്തത് അത് വേറെന്തോ കാരണങ്ങളൊക്കെ കൊണ്ടാണ്, അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് പക്ഷെ വേറെന്തോ കാരണങ്ങൾ കൊണ്ടാണ് എന്ന രൂപത്തിലൊക്കെ തോന്നുന്ന അവസ്ഥ. ഒരിക്കലും അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് നമുക്ക് കിട്ടും, അള്ളാഹു ഉദ്ദേശിക്കാത്തത് നമുക്ക് കിട്ടുകയുമില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്ന അവ്വല മാ ഖലഖല്ലാഹുൽ ഖലം, അള്ളാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചത് ഒരു പേനയാണ്. ഫഖാല ലഹു ഉക്തുബ്, എന്നിട്ട് പറഞ്ഞു നീ എഴുതുക. ഫഖാല റബ്ബി വമാദ അക്തുബ്, എന്റെ റബ്ബ് ഞാൻ എന്താണ് എഴുതേണ്ടത്? പേന സംസാരിച്ചു. പേനക്ക് സംസാരിക്കാൻ സാധിക്കും. പേനയെ പടച്ച റബ്ബ് പേനയെ സംസാരിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പേനയോട് പറഞ്ഞു, ഉക്തുബ്, നീ എഴുതണം, മഖാദീറ കുല്ലി ഷൈഇൻ ഹത്താ തഖൂമ അസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെയുള്ള മുഴുവൻ കാര്യങ്ങളും കണക്കുകളും ഖദർ നീ എഴുതണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനോട് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മൻ മാത അലാ ഗൈരി ഹാദാ ഫലൈസ മിന്നി, എന്റെ മോനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ആരെങ്കിലും ഇതല്ലാത്ത ഒരു വിശ്വാസത്തിലാണ് മരണപ്പെടുന്നതെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് പല രൂപത്തിൽ ഈ വസിയത്ത് പല ഹദീസ് ഗ്രന്ഥങ്ങളിൽ ചെറിയ വ്യത്യാസത്തോടു കൂടിയൊക്കെ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്നും ഒരുപാട് ഫായദകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മക്കൾക്ക് വസിയത്ത് കൊടുക്കണം എന്നുള്ളത് മാതാപിതാക്കൾക്കുള്ള ഒരു ബാധ്യതയാണ്. വസിയത്ത് ഉപദേശങ്ങൾ അത് മദ്രസകളിൽ നിന്നോ ഖുതുബകളിൽ നിന്നോ ക്ലാസ്സുകളിൽ നിന്നോ മാത്രമല്ല മക്കൾ കിട്ടേണ്ടത്, മറിച്ച് നമ്മൾ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കണം. ആ കൊടുക്കുന്ന രൂപം നമ്മൾ കണ്ടു, യാ ബുനയ്യ, പൊന്നുമകനെ എന്ന് പറഞ്ഞ അങ്ങേയറ്റം നല്ല രൂപത്തിലാണ്, അല്ലെ, നല്ല വാക്കാണ്. യബ്നി, എന്റെ മകനെ എന്ന് വിളിക്കുന്നതിനേക്കാളും യാ ബുനയ്യ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി അതിലൊരു ലുത്തുഫ്, ഒരു മൃദുലത, ഒരു ലാളിത്യം അതൊക്കെ അതിലുണ്ട്. അപ്പൊ നല്ല കാര്യങ്ങൾ പറയുന്ന സമയത്ത് അതിനേക്കാളും നല്ല രൂപങ്ങൾ കൂടി സ്വീകരിച്ചാൽ ആ നല്ല കാര്യം സ്വീകരിക്കാൻ എളുപ്പമാകും. ആ രൂപത്തിൽ മക്കളോടുള്ള വസിയത്ത് ഇത് അമ്പിയാക്കളുടെയും സാലിഹ്യങ്ങളുടെയും വഴിയാണ് എന്നാണ്. അമ്പിയാക്കൾ അവരുടെ മക്കൾക്ക് നസീഹത്ത് കൊടുക്കാറുണ്ട്, സാലിഹ്യങ്ങൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പൊ അവരുടെ പാതയാണത്, അത് നമ്മൾ പിന്തുടരണം. അതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് വസിയത്ത് കൊടുക്കേണ്ടത്. വസിയത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ഭൗതികമായ കാര്യങ്ങൾ മാത്രമല്ല, വേഗം വീട്ടിൽ വരണം, കളിക്കാൻ പോകണ്ട, അങ്ങനെ അല്ല, അതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്. വസിയത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളുടെ ഒക്കെ മാതൃക ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. തൗഹീദുമായി ബന്ധപ്പെട്ട, ഈമാനുമായി ബന്ധപ്പെട്ട അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെയാണ് ഏറ്റവും ആദ്യം മുന്തിക്കേണ്ടത്. അല്ലാതെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഭൗതിക കാര്യം മാത്രം, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇത് മാത്രമല്ല കൊടുക്കേണ്ട വസിയത്ത് എന്ന് പറയുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ അവർ വേറെ എവിടെയെങ്കിലൊക്കെ കേട്ട് പഠിക്കുമല്ലോ, പിന്നെ വീട്ടിലുള്ള ഭരണവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം നമ്മൾ കൽപ്പിച്ചാൽ മതി, അങ്ങനെ ചിന്തിക്കരുത്. മറിച്ച് പ്രധാനപ്പെട്ട വിശ്വാസപരമായ കാര്യങ്ങളും അങ്ങനെയുള്ള നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇതൊക്കെ നമ്മുടെ വസിയത്തിൽ വരേണ്ട കാര്യമാണ് എന്നാണ്. പിന്നെ ഈ ഹദീസിൽ പറയുന്ന ഒരു വിഷയം, ഇന്ന അവ്വല മാ ഖലഖല്ലാഹ് അൽ ഖലം, അള്ളാഹു ആദ്യമായി പടച്ചത് പേനയാണ് എന്നാണ്. ഈ വിഷയത്തിൽ നമുക്കറിയാം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് സലഫുകളിൽ തന്നെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ആദ്യം പടച്ചത് പേനയാണോ ഈ ഹദീസിൽ പറഞ്ഞതുപോലെ, അതല്ല ധാരാളക്കണക്കിന് മറ്റ് ഹദീസിൽ വന്നതുപോലെ അള്ളാഹുവിന്റെ അർഷാണോ എന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാരും അല്ലെങ്കിൽ സലഫുകളിൽ ഭൂരിഭാഗം പേരും പറയുന്നത് അർഷാണ് എന്നാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് അതിന് തെളിവാണ്. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹദീസിൽ കാണാം, കതബല്ലാഹു മഖാദിറൽ ഖലായികി ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർളി ബി 50,000 സന. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ പടക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ കാര്യങ്ങളും എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വ അർശുഹു അലൽ മാ, അല്ലാഹുവിന്റെ അർശ് അത് വെള്ളത്തിന് മുകളിലായി ഉണ്ട് എന്നറിയിക്കുന്നുണ്ട്. ഇത് എഴുതുന്നതിന് മുമ്പ് തന്നെ അർഷുണ്ട് എന്നറിയിക്കുന്ന വേറെയും ധാരാളക്കണക്കിന് തെളിവുകൾ കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ അർശ് പേനക്ക് മുമ്പേ ഉണ്ട്. അള്ളാഹുവിന്റെ അർശ് അള്ളാഹുവിന്റെ പടപ്പാണ്, ഏറ്റവും വലിയ പടപ്പാണ്, അത് ആദ്യം തന്നെ ഉണ്ട് എന്ന് കാണാൻ സാധിക്കും. ചില പണ്ഡിതന്മാർ അതിനെ ജംഅ ചെയ്തത് ഭൂമിയിലുള്ള ആദ്യത്തെ പടപ്പ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, മറ്റേത് ആകാശത്തുള്ള ആദ്യത്തെ പടപ്പാണ്. ആ രൂപത്തിലൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. قال المصنف رحمه الله وفي رواية لأحمد, ഇമാം അഹ്മദിന്റെ ഹദീസിൽ കാണാം,
إن أول ما خلق الله تعالى القلم فقال له اكتب فجرى في تلك الساعة بما هو كائن إلى يوم القيامة. وفي رواية لابن وهب قال رسول الله صلى الله عليه وسلم فمن لم يؤمن بالقدر خيره وشره أحرق الله بالنار. ഇതേ കാര്യം തന്നെ ഇമാം അഹ്മദിന്റെ റിവായത്തിൽ വന്നത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പടച്ചത് പേനയാണ്, അതിനോട് എഴുതാൻ പറഞ്ഞു. ഫജറ ഫി തിൽക സാഅ, ആ ഒരൊറ്റ സമയത്ത് തന്നെ. ഹദീസിലൊക്കെ പ്രയോഗിക്കപ്പെടുന്ന സാഅ എന്ന് പറയുന്ന ഇന്നത്തെ മണിക്കൂർ കണക്കല്ല. പണ്ഡിതന്മാർ പറയാം സാഅ എന്ന് പറഞ്ഞാൽ ഒരു സമയം, ചെറിയൊരു സമയത്തിനെ കുറിച്ചാണ് സാഅ എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് തന്നെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അത് എഴുതുകയുണ്ടായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇബ്നു വഹബ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഉദ്ധരിക്കുന്നത്, അദ്ദേഹം ഇമാം മാലിക് റഹിമഹുല്ലയുടെ ശിഷ്യനാണ്. ഇമാം മാലിക് റഹിമഹുല്ലയുടെ ശിഷ്യനാണ് ഇബ്നു വഹബ് റഹിമഹുല്ല. ഇമാം മാലിക് റഹിമഹുല്ലക്ക് വുളു എടുക്കുന്ന സമയത്ത് കാലിലുള്ള വിരലുകൾക്കിടയിൽ കൈവിരലുകൾ പ്രവേശിപ്പിച്ച് വെള്ളം എത്തിക്കണം, അങ്ങനെ ഒരു സുന്നത്തുണ്ട് എന്ന കാര്യം അദ്ദേഹത്തിന് ആദ്യം അറിയുമായിരുന്നില്ല എന്നാണ്. കാരണം അദ്ദേഹത്തിന് ആ ഹദീസ് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിയായ ഇബ്നു വഹബ് റഹിമഹുല്ലയാണ് ആ ഹദീസ് എത്തിച്ചു കൊടുത്തത് എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹമാണ് ഇത് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫമൻ ലം യുഅ്മിൻ ബിൽ ഖദരി ഖൈരിഹി വശർരി അഹറഖല്ലാഹു ബിന്നാർ. അതായത് അദ്ദേഹം റിവായത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുകളിൽ ആളുകളുണ്ട്, സഹാബികളിലേക്ക് ഉള്ള ഹദീസുകൾ തന്നെയാണ്. ആരാണോ ഖദറിൽ വിശ്വസിക്കാതെ അതിന്റെ ഖൈറിലും ഷർറിലും വിശ്വസിക്കാത്തത് അഹറഖല്ലാഹു ബിന്നാർ, അള്ളാഹു അവനെ നരകത്തിലിട്ട് കരിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അതായത് ഖദറിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ കാഫിറാണ്, കാഫിറിന്റെ സങ്കേതം നരകമാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഹദീസുകളൊക്കെ നമ്മൾ വായിക്കുന്നത് ഖദറിലുള്ള വിശ്വാസം എത്രമാത്രം പ്രാധാന്യമുള്ളത് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഖദറിലുള്ള വിശ്വാസം ഒരാളുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന, ഒരാളുടെ ഈമാനും കുഫറും തീരുമാനിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇതൊക്കെ എടുത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അവസാനമായി അദ്ദേഹം കൊടുത്തു വഫിൽ മുസ്നദി വസ്സുനൻ അൻ ഇബ്നു ദൈലമി. മുസ്നദിലും സുനനിലും ഒക്കെ ഇബ്നു ദൈലമി അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം സ്വഹാബിയാണോ, സ്വഹാബികളിലെ സിഗാർ ചെറിയ സ്വഹാബിയാണോ അതല്ല താബിഇയാണോ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പണ്ഡിതന്മാർക്കുണ്ട്. അദ്ദേഹം പറയുന്നു അതൈതു ഉബയ്യ ഇബ്നു കഅബ്, സ്വഹാബിയായ ഉബയ്യ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഞാൻ ചെന്നു. ഫഖുൽതു ഫീ നഫ്സി ഷൈഉൻ മിനൽ ഖദർ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എന്റെ മനസ്സിൽ ഖദറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതായത് ചില നല്ലതല്ലാത്ത കാര്യങ്ങൾ, അതാണ് ഉദ്ദേശിക്കുന്നത്. ചില ഇഷ്കാലുകൾ ഉണ്ട്. ഫഹദ്ദിസ്നി ബിശൈഇൻ ലഅല്ലല്ലാഹു അൻ യുദ്ഹിബഹു മിൻ ഖൽബി, അതുകൊണ്ട് അള്ളാഹു എന്റെ ഖൽബിൽ നിന്ന് അത് നീക്കിത്തരാൻ വേണ്ടി എനിക്ക് എന്തെങ്കിലും ഒരു ഇൽമു പറഞ്ഞു തരണം എന്ന് ഉപദേശവുമായിട്ടാണ് അദ്ദേഹം സഹാബിയുടെ അടുക്കലേക്ക് പോകുന്നത്. സഹാബി പറഞ്ഞു, ഉബൈ ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ അൻഫഖത മിസ്ല ഉഹ്ദിൻ ദഹബ മാ ഖബിലല്ലാഹു മിൻക ഹത്താ തുഅ്മിന ബിൽ ഖദർ. നീ മനസ്സിലാക്കണം, നീ ഖദറിൽ വിശ്വസിക്കാതെയാണ് നീ ഒരു ഉഹുദ് മലയോളം സ്വർണം ചെലവഴിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയില്ല. നേരത്തെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് നമ്മൾ കേട്ടതാണ്. എന്നിട്ട് പറഞ്ഞു വതഅലം അന്നമാ അസാബക ലം യകുൻ ലിയുഖ്തിയക വമാ അഖ്താക ലം യകുൻ ലിയുസീബക. അതുപോലെ നീ മനസ്സിലാക്കണം, നിനക്ക് ബാധിക്കുന്ന കാര്യം അത് നിന്നെ തെറ്റിപ്പോകാനുള്ളതല്ല, അതുപോലെ നിനക്ക് ബാധിക്കാതെ തെറ്റിപ്പോയ കാര്യം അത് നിനക്ക് കിട്ടാനുള്ളതുമല്ല. വലൗ മിത്ത അലാ ഗൈരി ഹാദാ ലകുൻത മിൻ അഹ്ലിന്നാർ, ഇതല്ലാത്ത വിശ്വാസത്തിലാണ് നീ മരിക്കുന്നതെങ്കിൽ നീ നരകക്കാരനായി തീരും എന്ന് വളരെയധികം ഗൗരവത്തിൽ ഖദറിന്റെ വിഷയം അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അപ്പൊ ചിലപ്പോ വളരെ ഗൗരവത്തിൽ തന്നെ പറയേണ്ട വിഷയം അവർ ഗൗരവത്തിൽ തന്നെ സ്വഹാബികൾ പറയാറുണ്ട്, വളരെ കൃത്യമായി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഫഅതൈതു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, പിന്നീട് ഞാൻ അബ്ദുല്ലാഹി ബിൻ മസ്ഊദിന്റെ അടുക്കലും ചെന്നിട്ടുണ്ട്, വഹുദൈഫത്ത് ബിൻ യമാൻ അദ്ദേഹത്തിന്റെ അടുക്കലും ചെന്നിട്ടുണ്ട്, വസൈദ് ബിൻ സാബിത് റളിയല്ലാഹു അൻഹും അജ്മഈൻ, എല്ലാവരുടെ അടുക്കൽ ഞാൻ ചെന്നു, ഓരോ സഹാബികളുടെ അടുക്കലേക്ക് നസീഹത്തിന് ചെന്നു. ഫകുല്ലുഹും ഹദ്ദസനി ബിമിസ്ലി ദാലിക അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാവരും ഇതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുള്ള ഹദീസ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് സഹോദരങ്ങളെ ഈ ഖദറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പൊ ചുരുക്കം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും നേരത്തെ അറിയുകയും അല്ലാഹു തആല അതെല്ലാം രേഖപ്പെടുത്തുകയും അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് അവൻ അതിനെ പടക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. അത് ഖൈറാകട്ടെ ഷർറാകട്ടെ എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതുപോലെ മാത്രമേ നടക്കുകയുള്ളൂ. എന്തിനാണ് നേരത്തെ ഖദരിയാക്കളെ മജൂസികളോട് ഉപമിച്ചത്? കാരണം മജൂസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ട് ഇലാഹുകളുണ്ട്, ഖൈറിനൊരു ഇലാഹ്, ഷർറിനൊരു ഇലാഹ്. കാരണം അവർ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് തന്നെ ചേർക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഇല്ല, അത് വേറെ ഷർറ് പടക്കുന്ന വേറെ ആളാണ്.
ഖൈർ പടക്കുന്നത് വേറാണ്. അങ്ങനെ രണ്ട് ഇലാഹുകളെ ആരാധിച്ചവരാണ് മജൂസികൾ എന്നാണ്. അപ്പൊ ഖദറിനെ നിഷേധിക്കുന്ന ആളുകളും ചുരുക്കത്തിൽ ആ രീതിയിലേക്കാണ് പോകുന്നത്. ഖൈറും ഷർറും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല. പക്ഷേ ഇതിന് മര്യാദയുണ്ട്. ഷർറിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും അള്ളാഹുലേക്ക് ചേർത്തി പറയുകയില്ല. ഷർറ് അള്ളാഹുലേക്ക് ചേർത്തി പറയുകയില്ല. അതുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം തെളിവുകൾ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഖദറുമായി ബന്ധപ്പെട്ട ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. അതിനുശേഷം അദ്ദേഹം പ്രവേശിക്കുന്നത് തൗഹീദുമായി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ബാബാണ്. ബാബു മാ ജാഅ ഫിൽ മുസവ്വിരീൻ, ചിത്രം നിർമ്മിക്കുന്ന ആളുകളുടെ വിഷയത്തിൽ വന്നിട്ടുള്ള അധ്യായം എന്നാണ് അതിന് അദ്ദേഹം തലക്കെട്ട് കൊടുത്തിട്ടുള്ളത്. ചിത്രമുണ്ടാക്കുക എന്ന വിഷയത്തിന് എങ്ങനെയാണ് തൗഹീദുമായി ബന്ധമുള്ളത്? അല്ല, എന്തുകൊണ്ടാണ് കിതാബു തൗഹീദിൽ ചിത്രം നിർമ്മിക്കുന്ന ആളുകളുടെ വിഷയം അദ്ദേഹം കൊണ്ടുവരാനുള്ള കാര്യം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞു രണ്ട് കാര്യം അതിലുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, ആദ്യമായി ആദം സന്തതിയിൽ ശിർക്ക് സംഭവിച്ചത് സൂറയുമായി ബന്ധപ്പെട്ട, ചിത്രവുമായി ബന്ധപ്പെട്ട അല്ലെ പ്രതിമകൾ വെട്ടി ഉണ്ടാക്കിയിട്ടാണ് ആദ്യമായി സാലിഹീങ്ങളുടെ ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടും അവരുടെ പ്രതിമകൾ ഉണ്ടാക്കിയിട്ടുമൊക്കെയാണ് ആദ്യമായി ഭൂമിയിലുള്ള ശിർക്ക് ഉടലെടുത്തിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഇപ്പൊ ഒരു കാര്യം അതാണ്. അപ്പൊ തൗഹീദുമായി ബന്ധമുണ്ട്. തൗഹീദിന് ആയി ബന്ധമില്ലാത്ത ഒരു വിഷയമല്ല ചിത്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല. തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ചിത്രം നിർമ്മിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ചിത്രം നിർമ്മിക്കുക എന്നുള്ളതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഒരു മര്യാദകേട് അതിലുണ്ട് എന്നുള്ളതാണ്. അത് തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് നിരക്കാത്ത കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിനോട് മത്സരിക്കുക, അള്ളാഹുവിനെ സൃഷ്ടിപ്പിനോട് സാദൃശ്യമുണ്ടാക്കുന്ന രൂപത്തിൽ അവൻ മത്സരിക്കുക എന്നുള്ളത് അള്ളാഹു താലയോടുള്ള ഒരു മര്യാദ കേടാണ്. അപ്പം അതും തൗഹീദുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് കിതാബ് തൗഹീദിൽ അല്ലെങ്കിൽ തൗഹീദുമായി ബന്ധപ്പെട്ട അധ്യായം സംസാരിക്കുന്നിടത്ത് ഇത് കൊണ്ടുവന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി തസ്വീറിനെ കുറിച്ച് ചില ആമുഖങ്ങൾ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇൻഷാ അല്ലാഹ് ആദ്യമായി വായിക്കുന്ന ഹദീസുകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ്. അദ്ദേഹം പറയുന്നു, തസ്വീറു അലാ ഖിസ്മൈൻ, ചിത്രങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. അൽ ഖിസ്മുൽ അവൽ തസ്വീറു ദവാത്തിൽ അർവാഹ് കൽ ഇൻസാനി വൽ ഹയവാൻ, മനുഷ്യ മൃഗങ്ങളെയൊക്കെ പോലെയുള്ള ജീവനുള്ള റൂഹുള്ള വസ്തുക്കളുടെ ചിത്രം, റൂഹുള്ള വസ്തുക്കളുടെ ചിത്രം, അതാണ് ഒരു വിഷയം. രണ്ടാമത്തേത് തസ്വീറു ഗൈരി ദവാത്തിൽ അർവാഹ് കൽ ബുയൂതി വസ്സയ്യാറാത്ത് വൽ അസ്ഹാരി വൽ അശ്ജാർ വനഹ്വ ദാലിക്, റൂഹില്ലാത്ത മരങ്ങൾ, കാറുകൾ, പൂക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, വീടുകളൊക്കെ പോലെയുള്ള ചിത്രങ്ങൾ. ഇത് രണ്ട് വിഷയം, ഇത് രണ്ട് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇതിൽ ഒന്നാമത്തെ വിഭാഗം ദവാത്തുൽ അർവാഹ്, ചിത്രങ്ങൾ, റൂഹുള്ള ചിത്രങ്ങൾ. അതിന് അദ്ദേഹം പറയുന്നു അത് വീണ്ടും 4 രൂപത്തിലുണ്ട് എന്ന് കാണാൻ സാധിക്കും. ദവാത്തുൽ അർവാഹ് അത് വീണ്ടും ചിത്രങ്ങൾ, ജീവനുള്ളവയുടെ ചിത്രങ്ങൾ, അത് 4 രൂപത്തിലുണ്ട്. അതിൽ ഒന്നാമത്തേത് സഹോദരങ്ങളെ പ്രതിമകളെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത്തസ്വീറു ബിത്തമാസീൽ അല്ലതി യുഅബ്ബറു അൻഹാ അഹ്ലുൽ ഇൽം ബിമാ ലഹു ദിൽ, പണ്ഡിതന്മാർ നിഴലുള്ള ചിത്രങ്ങൾ എന്ന് പറയാറുണ്ട്. അതായത് ബിംബങ്ങൾ, പ്രതിമകൾ, ഇതൊക്കെ തസ്വീർ എന്ന് പറയുന്ന ഇനത്തിൽ തന്നെയാണ് പറയുന്നത്. സവ്വറ എന്ന് പറയുന്ന വാക്കിൽ ഉൾക്കൊള്ളുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം ബിംബങ്ങളും പ്രതിമകളുമാണ്. ഇതിന്റെ നിർമ്മാണമാണ് അതിൽ ഒന്നാമത്തെ തസ്വീർ എന്ന് പറയുന്നത്. ഇത് ഹറാമാണ്, വൻപാപമാണ് എന്ന വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. ഓരോന്നും അഭിപ്രായ വ്യത്യാസമില്ലാത്തത് ഏതാണ്, ഉള്ളത് ഏതാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഒരു ബിംബം ഉണ്ടാക്കുക, ഒരു ബിംബം കൊണ്ടുവെക്കുക എന്നുള്ള വിഷയത്തിൽ അതെത്ര ആരുടെ നല്ല ആളുടേതാകട്ടെ, അല്ലെ ദൈവങ്ങളുടെ വിഗ്രഹം, അങ്ങനെയൊന്നുമില്ല. എത്ര നല്ല ഒരു മനുഷ്യന്റെ വിഗ്രഹമാകട്ടെ, സാലിഹിന്റേതാകട്ടെ, അല്ലെങ്കിൽ ഫാസിക്കിന്റെ ആകട്ടെ, കാഫിറിന്റെ ആകട്ടെ, മുസ്ലിമിന്റെ ആകട്ടെ, വിഗ്രഹം കുത്തി ഉണ്ടാക്കുക എന്നുള്ളത് ഹറാമാണ് എന്നുള്ള വിഷയത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് അഭിപ്രായ വ്യത്യാസമേ ഇല്ല. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയുന്നു, മാ ലാ ദില്ല ലഹു ബൽ ഹുവ റഖമുൻ വസൂറത്തുൻ തുലൗ അലാ വറഖത്തിൻ ഔ സൗബിൻ ഔ ഫിറാഷിൻ നഹ്വി ദാലിക്. ഇങ്ങനെയുള്ള പേപ്പറിലോ തുണിയിലോ വിരിപ്പിലോ ഒക്കെ ഉണ്ടാക്കുന്ന നേലില്ലാത്ത ചിത്രങ്ങൾ, വിരിപ്പിൽ ഒരാൾ വരയ്ക്കുകയാണ്, അല്ലെങ്കിൽ വിരിപ്പിൽ എന്തെങ്കിലുമൊക്കെ തുന്നി ഉണ്ടാക്കുകയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ മഷി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ വിരിപ്പിലൊക്കെ ഉണ്ടാക്കുന്ന നേലില്ലാത്ത, അത് 3D അല്ല എന്ന് പറയാം പെട്ടെന്ന് മനസ്സിലാക്കാൻ, ഒരു 2D ആണ്, ഒരു വിരിപ്പിലും മറ്റുമൊക്കെ ഉണ്ടാവുന്ന കാര്യമാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരും ഇത് ഹറാമാണ്
എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂരിഭാഗം പണ്ഡിതന്മാരും ഹറാമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ താബിഈങ്ങളിലെ ചിലരുടെ അഭിപ്രായം നമുക്ക് ഇതിന് വിരുദ്ധമായി കാണാൻ സാധിക്കുന്നുണ്ട്. താബിഈങ്ങളിൽ തന്നെ ഇത് തെറ്റല്ല, ഇത് സൂറയിൽ വരികയില്ല എന്ന് പറയുന്ന അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ മാലിക്കി മദ്ഹബിലുള്ള വളരെ കുറഞ്ഞ ചില പണ്ഡിതന്മാരും ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നത് വറാജിഹു അല്ലാഹു അലം അൻഹു ഹറാം. ശരിയായ അഭിപ്രായം ഇങ്ങനെയുള്ള സൂറ അത് തുണിയിലാകട്ടെ, കർട്ടണുകളിലാകട്ടെ, വിരിപ്പിലാകട്ടെ ഇതും ഹറാമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം, അവർ പറയുന്നു ദഖല അലയ്യ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ബൈത്തി ഖിറാമുൻ ഫീഹി സൂറ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അവിടെ ഒരു ഖിറാം ഉണ്ടായിരുന്നു. ഖിറാം എന്ന് പറയുന്നത് നമ്മൾ കർട്ടനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന നല്ല കട്ടിയുള്ള തുണിയാണ്. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചിത്രമുണ്ടായിരുന്നു. ഫതലവന വജ്ഹുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിന്റെ നിറം മാറി, അതായത് മുഖം ചുവന്നിട്ടുണ്ടാകണം അതിനോടൊരു ഇഷ്ടക്കേട് കാരണത്താൽ. സുമ്മ തനാവല സിത്രു ഫഹതകഹു, പിന്നീട് അതെടുത്ത് ഞാനത് മാറ്റി വെക്കുന്നുണ്ട്. ചില റിവായത്തിൽ കാണാം അവരത് തലയണ ഉറയാക്കായി, അതായത് കട്ട് ചെയ്ത് വേറെ രൂപത്തിലേക്ക് അത് മാറ്റുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് നമ്മൾ വിഷയത്തിൽ തെളിവ്. ഇന്ന മിൻ അശദ്ദിന്നാസി അദാബൻ യൗമൽ ഖിയാമ അല്ലദീന യുസവ്വിറൂന ഹാദിഹി സുവർ. ഖിയാമത്ത് നാളിൽ ഏറ്റവും അധികം ശിക്ഷിക്കപ്പെടുന്നത്, ഏറ്റവും കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്നത് അല്ലദീന യുസവ്വിറൂന ഹാദിഹി സുവർ, ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്നവരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസത്തിൽ ഇങ്ങനൊരു വിഷയമുണ്ട്. അതായത് ഈ ഹദീസിലൂടെ അത് എന്താവുകയാണ്, അഭിപ്രായ വ്യത്യാസം നീങ്ങുക. എന്നാലും നമ്മൾ മനസ്സിലാക്കുക അവിടെ താബിഈങ്ങളായ 1-2 ആളുകളുടെ കൗലുകൾ ആ വിഷയത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. കാരണം അവർക്കും അതിൻ്റെതായ ചില വജ്ഹുകളുണ്ട്, ചില ഇസ്തിസ്നാകൾ പറയുന്ന ചില ഹദീസുകൾ, അത് തുണിയിലാണെങ്കിൽ തരക്കേടില്ല എന്ന് പറയുന്ന രൂപത്തിലുള്ള ചില അസറുകൾ അവരുടെ കയ്യിൽ ഉണ്ട്. ശരി, ഇതെന്തായാലും അല്ലാഹു ആലം ശരിയായ അഭിപ്രായം മനസ്സിലാക്കുന്നത് അത് ചെയ്യരുത്, അത് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത്തസ്വീറു ബിൽ ആലത്തിൽ ക്യാമറ ഔ ബിൽ ജവാൽ. ക്യാമറ അല്ലെങ്കിൽ ഫോണൊക്കെ പോലെയുള്ള ഇന്ന് കാണുന്ന തസ്വീറിന്റെ രൂപം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഇതിൽ തന്നെ 2 ആയി അദ്ദേഹം പറയുന്നുണ്ട്. ഒന്ന് നമ്മളെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി വഹിയ സൂറത്തു സാബിത, ഫോട്ടോഗ്രാഫി, സ്റ്റിൽ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി അല്ല, ഫോട്ടോഗ്രാഫി. എന്നിട്ട് അദ്ദേഹം പറയുന്നു വഹാദിഹി ഖദ് ഇഖ്തലത ഫിഹ അൽ ഉലമാഉൽ മുആസിറൂൻ വലം തകുൻ മൗജൂദത്തുൻ ഇൻദ അൽ മുതഖദ്ദിമീൻ. ഇത് ആദ്യകാലത്തില്ല, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ആദ്യകാലത്തില്ല. അതുകൊണ്ട് തന്നെ നേർക്കുനേരെ ഇതിന്റെ ഒരു വിഷയത്തിൽ നമുക്ക് കിട്ടുകയില്ല, ഖിയാസുകളാണ് കിട്ടുക, നേർക്കുനേരെ കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ മുആസിരീങ്ങളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഇത് അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ മൊബൈലൊക്കെ കൊണ്ടെടുക്കുന്ന ഫോട്ടോഗ്രാഫി ചിത്രങ്ങൾ അദ്ദേഹം പറയുന്നു ഫദഹബ ജമാഅത്തും മിനൽ ഉലമാഇ ഇലാ അന്ന ഹാദ തസ്വീർ ഹറാം. ഭൂരിഭാഗം ഈ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയൊരു ഭാഗം പണ്ഡിതന്മാർ ഇത് ഹറാമാണ് എന്നാണ് പറയുന്നത്. അവർ പറയുന്നത്. അവരതിന് തെളിവായി ഉദ്ധരിക്കുന്ന പൊതുവായി വന്നിട്ടുള്ള ഈ ഹദീസുകളൊക്കെ തന്നെ, അതായത് ഇനി ഇൻഷാ അല്ലാഹ് ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഹദീസുകളൊക്കെ തന്നെ അതിൽ പറയുന്ന ചിത്രത്തിലെല്ലാം ഈ ചിത്രവും പെടും എന്നുള്ള പൊതുവായ എല്ലാ തെളിവുകളും തന്നെയാണ് അവരതിനു വേണ്ടി ഉദ്ധരിച്ചിട്ടുള്ളത്. കാരണം മൊബൈൽ കൊണ്ടെടുത്തോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ എന്തായാലും ഒരു ഹദീസ് കിട്ടുകയില്ല. അതുകൊണ്ട് പൊതുവായി ചിത്രത്തിനോട് വിലക്ക് വന്നിട്ടുള്ള മുഴുവൻ ഹദീസുകളും ആ ഹദീസിൽ ഇത് ഉൾക്കൊള്ളും എന്ന രൂപത്തിൽ തന്നെ പണ്ഡിതന്മാർ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വിഭാഗം പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആധുനിക പണ്ഡിതന്മാരിൽ. കാരണം ഈ അടുത്ത കാലത്താണല്ലോ ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോഗ്രാഫി ഹറാമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരിൽ പെട്ടതാണ് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ലാ, ഷെയ്ഖ് മുഖ്ബിൽ ബിൻ ഹാദി അൽ വാദഇ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് റബീബിൻ മദ്ഖലി ഹഫിളഹുല്ലാ, അതുപോലെ കിബാറുകളായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഇത് ഈ രൂപത്തിൽ ക്യാമറ കൊണ്ടായാൽ അത് ഹറാമാണ് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പരിഗണിക്കപ്പെടുന്ന പണ്ഡിതന്മാർ തന്നെ ഫോട്ടോഗ്രാഫി അത് മൊബൈൽ കൊണ്ടോ അല്ലെങ്കിൽ ക്യാമറ കൊണ്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഈ പറയുന്ന വിലക്കിൽ പെടുകയില്ല എന്ന് പറഞ്ഞത് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ പറയുകയാണെങ്കിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ. അദ്ദേഹം ക്യാമറ കൊണ്ടെടുക്കുന്ന ഫോട്ടോ
അത് ഇതിൽ പെടുകയില്ല എന്ന അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ അടുത്തു മരണപ്പെട്ട ഷെയ്ഖ് സാലിഹ് ലുഹൈദാൻ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ അഭിപ്രായവും ക്യാമറ കൊണ്ടെടുക്കുന്ന ഫോട്ടോ അത് വിലക്കപ്പെട്ട തസ്വീറിൽ പെടുകയില്ല എന്നാണ് പറയുന്നത്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് ഇത് കേവലം ഒരു ചിത്രത്തെ പകർത്തൽ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പടപ്പിനെ നീ അനുകരിക്കുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ നീ വരച്ചുണ്ടാക്കുന്നത് പോലെയുള്ള ഒരു പ്രയാസം അതിലുണ്ടാകുന്നില്ല. അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് അന്ധനായ ഒരാൾക്കും അതിൽ ഫോട്ടോ എടുക്കാം, അയാൾക്കും എടുക്കാം, അയാൾ അങ്ങനെ വരച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല. അദ്ദേഹം പറയുന്നു അത് നിങ്ങളൊരു എഴുത്തെഴുതി, ഒരാളൊരു നല്ല കൈയെഴുത്ത് എഴുതി, അതൊരാൾ ഫോട്ടോ എടുത്തു മറ്റൊരാൾക്ക് അയച്ചു കൊടുത്താൽ അത് എടുത്തവന്റെ എഴുത്താണെന്നല്ല പറയുക, എഴുതിയ ആളിലേക്ക് തന്നെയാണ് ചേർക്കപ്പെടുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് അല്ലാഹു തആലയുടെ പടപ്പായിട്ട് തന്നെയാണ് അവശേഷിക്കും, നിങ്ങളത് പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ അഭിപ്രായം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതിനാണോ കൂടുതൽ തെളിവ് എന്ന് നോക്കിയിട്ടാണ് അഭിപ്രായം സ്വീകരിക്കേണ്ടത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതാണ് തെളിവിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മുടെ ദേഹേച്ഛക്കാകാൻ പാടില്ല. രണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ കാണുമ്പോൾ നമ്മുടെ ദേഹേച്ഛ ഏതിനാണോ അതിനനുസരിച്ച് തെളിവ് സ്വീകരിക്കുക എന്നുള്ളത് ശരിയല്ല. മറിച്ച് തെളിവ് നമുക്ക് ഇന്ന തെളിവുകളാണ് ബോധ്യപ്പെട്ടത് എങ്കിൽ നമ്മൾ ആ തെളിവ് തന്നെ സ്വീകരിക്കണം. നമുക്ക് ബോധ്യപ്പെട്ട തെളിവ് അത് ഹറാമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയാൽ നമ്മൾ ആ തെളിവ് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അനുവദിച്ച അഭിപ്രായ വ്യത്യാസത്തിൽപ്പെട്ടതാണ്. അതായത് അഹ്ലുസുന്നത്തിൽ അഭിപ്രായ വ്യത്യാസം അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അനുവദിക്കപ്പെടാത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരാൾ പറയുകയാണ് സംഗീതം ഹറാമല്ല, സംഗീതം ഹലാലാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഖിലാഫില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കാർക്കും പ്രബലമായ അഭിപ്രായ വ്യത്യാസം ആർക്കില്ല. വളരെ ഷാസായി ഒറ്റപ്പെട്ട ഏതെങ്കിലും അഭിപ്രായം ഏതെങ്കിലും കാലത്ത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയൊക്കെ അപ്പം പറഞ്ഞു പോയെന്നല്ലാതെ അങ്ങനെ ഒരു പരിഗണനീയമായ അഭിപ്രായ വ്യത്യാസമേ അതിലില്ല. അതുകൊണ്ട് ഒരാൾ പറയാണ് ഞാൻ മ്യൂസിക് എടുക്കും, അത് ഇതുപോലെയാണ് എന്ന് മനസ്സിലാക്കിയാൽ എന്തില്ല, അത് ഇതുപോലെയാണെന്ന് പറയാൻ പറ്റുകയില്ല. എന്നാൽ ഈ വിഷയം സഹോദരങ്ങളെ, ഇത് പരിഗണനീയമായ അഭിപ്രായ വ്യത്യാസത്തിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരാൾ തെളിവ് മനസ്സിലാക്കി ഫോട്ടോ എടുക്കാമെന്നാണ് ഒരാൾ പറയുന്നത് എങ്കിൽ അയാൾ ഹവയെ പിൻപറ്റിയവനാണ്, അല്ലെങ്കിൽ അയാൾ ഒരു ബിദ്അത്തുകാരനാണ് എന്ന രൂപത്തിൽ വരെ സംസാരിക്കുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു ആലിമും പഠിപ്പിച്ചിട്ടില്ല. നേരത്തെ പറഞ്ഞ കിബാറുകളായ ഒരുപാട് ഉലമാക്കൾ ഉദ്ധരിച്ചു, അവരിൽ ഒരാളും പറഞ്ഞിട്ടില്ല ഇന്നയാൾ ഫോട്ടോ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അയാൾ ഒരു ബിദ്അത്തുകാരനാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവർ സലഫിയത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്ന് ഒരു ആലിമും പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ അത് നമ്മൾ വളരെ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അഭിപ്രായ വ്യത്യാസം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്ക് ഏതും സ്വീകരിക്കാമെന്നല്ല. അതിന്റെ ഒന്നാമത്തെ പോയിന്റ് മനസ്സിലാക്കുക, തെളിവ് ഏതാണോ അത് നമ്മൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രാധാന്യമായിട്ടുള്ളത്. അതല്ലാതെ നമ്മുടെ ദേഹേച്ഛക്ക് പറ്റുന്ന കാര്യങ്ങൾ സ്വീകരിക്കുക, അതല്ലാത്തത് നമ്മൾ ഒഴിവാക്കുക, അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം മറയാക്കുക, അത് ശരിയല്ല. തെളിവ് നമുക്ക് ബോധ്യപ്പെട്ടത് തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് എന്ന കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കണം. ഇവിടെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് ഇത് ഹറാമാണ് എന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത് എന്നാണ്. അദ്ദേഹം പറയുന്നു ഇത് ഹറാമാണ് എന്നാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഇതിനെ അഭിപ്രായപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു വലാ യജൂസു മിൻഹു ഇല്ലാ മാ ദഅത് ഇലൈഹി ദറൂറ വൽ ഹാജ, ദറൂറത്തിനും ചില ഹാജത്തുകൾക്കും അല്ലാതെ ഇത് അനുവദനീയമാകുകയില്ല. കാരണം ദറൂറത്ത് മാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളിലും ചെയ്യാൻ അനുവാദമില്ല. അപ്പോൾ ദറൂറത്ത് എന്ന് പറയുന്ന ആളുകളും ദറൂറത്തല്ലാത്ത പല കാര്യത്തിനും ഉപയോഗിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഈ കാര്യം വളരെ കൃത്യമാണ്, ഉൽ ഹാജ. കാരണം പല രൂപത്തിലുള്ള നമുക്ക് ഫോട്ടോ ആവശ്യമുള്ള റുഖ്സകൾ, പാസ്പോർട്ട് വേണം, അല്ലെങ്കിൽ അതേപോലെയുള്ള ID കാർഡുകൾ വേണം, നമുക്ക് ലൈസൻസ് വേണം, അല്ലേ? അതുപോലെ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ മദ്രസകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമുകളൊക്കെ കൊടുക്കുമ്പോൾ അവരത് ആവശ്യപ്പെട്ട അങ്ങനെയുള്ളതിന് ജോലിയൊന്നും എടുക്കേണ്ടതില്ല, ലറൂറത്തില്ല. ലറൂറത്ത് എന്ന് പറഞ്ഞാൽ മരണമാണ് എന്ന രൂപത്തിലല്ല, മറിച്ച് ഇങ്ങനെയുള്ള ചില ഹാജത്തുകൾ, ലറൂറത്തിന്റെ പരിധിയിലേക്ക് വരുന്ന ചില ഹാജത്തുകളുണ്ട്, അതിനും അത് അനുവദനീയമാണ്
എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ അനുവദനീയമാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും. പിന്നീട് നാലാമതായി അദ്ദേഹം പറഞ്ഞത് അത്തസ്വീറു ബിൽ ആലാത്തി തസ്വീറൻ മുതഹദ്ദികൻ ലൈസ സാബിതൻ, അതായത് വീഡിയോഗ്രാഫി എന്ന് പറയുന്ന ഇനമാണ്. അദ്ദേഹം പറയുന്നു അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്, തസ്വീറുൽ മുബാശർ എന്ന് പറയുന്നത് വീഡിയോ റെക്കോർഡിംഗ് അല്ല, നേരെ ലൈവായിട്ട് വിടുന്ന കാര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് മിസ്ലു ഹാദിഹിൽ ക്യാമറ ഫി മസ്ജിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതേ മസ്ജിദ് നബിയിൽ നടത്ത ദർസാണ്. മസ്ജിദ് നബിയിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ഉള്ള ഈ ക്യാമറകൾ ഫഇൻഹാ തൻഖുലു നഖലൻ മുബാശിറൻ, ഇത് ലൈവായിട്ട് ഇപ്പോൾ ഇത് വിട്ടുകൊണ്ടിരിക്കുകയാണ്. വഹാദ ജായിസുൽ ലാ ഹർജ ഫീ, അത് അനുവദനീയമാണ്, അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ടും അദ്ദേഹം അവിടെ പറഞ്ഞു വബഅദു അഹ്ലിൽ ഇൽമി യഅനു ഹാദ നൗ മിൻ തസ്വീർ ഐലൻ, ചില ഉലമാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ലൈവ് പാടില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഭയങ്കര മുത്തശദ്ദിദാണ്, അയാൾ അതിരുവിട്ടവനാണ് എന്നൊന്നും പറയേണ്ടതില്ല. കാരണം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പരിഗണനീയമായ പണ്ഡിതന്മാരിൽ തന്നെ ചിലരെന്തു പറഞ്ഞിട്ടുണ്ട്, ഈ ലൈവും പാടില്ല, പക്ഷേ വലാകിന്നഹു അഖഫു മിനസ്സാൻ, രണ്ടാമത് പറയുന്ന റെക്കോർഡിങ്ങിനേക്കാളും കുറഞ്ഞതാണ് എന്നുള്ള നിലക്ക് അതും വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് എന്ന് പറയുന്നത് സഹോദരങ്ങളെ അത്തസ്വീറു ഗൈറുൽ മുബാശിർ മുതഹറർ, അതായത് നമ്മൾ വീഡിയോ റെക്കോർഡിംഗ്, ലൈവ് അല്ല വീഡിയോ റെക്കോർഡിംഗ്. അതിലും അദ്ദേഹം പറയുന്നു ഉലമാക്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില പണ്ഡിതന്മാർ അത് ഫോട്ടോഗ്രാഫി പോലെ തന്നെ ഹറാമാണ്, അതിലിളവില്ല എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ഹത്താ ഫീ ബാബി ദഅവതി ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിലേക്ക് ദീനിനു വേണ്ടി ക്ഷണിക്കാനുള്ള കാര്യമാണെങ്കിൽ പോലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് വീഡിയോയുടെ ആവശ്യം ഇല്ല. അവർ പറഞ്ഞു നഹ്നു ഫീ ഗിന അൻഹു ബിൽ വസായിൽ ഉഖ്റ, നമുക്ക് മറ്റു മാർഗങ്ങൾ തന്നെ മതിയായതാണ്, പര്യാപ്തമായതാണ്, ഇങ്ങനെയുള്ള വിഷയം വേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ ചില ഉലമാക്കൾ എന്തു പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയുള്ള മുഹാദറ, അതുപോലെ ദർസുകൾ, ഖുതുബകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെ. അദ്ദേഹം ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയുന്നുണ്ട് ഫഇന്നഹു ഫിൽ അവ്വലി കാന യറ അന്ന തസ്വീർ മുഹറം, ഇബ്നു ബാസ് റഹിമഹുള്ള ആദ്യകാലത്ത് വീഡിയോഗ്രാഫി ഹറാമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പിന്നീട് വഫി ആഖിരി ഹയാത്തിഹി റഹിമഹുല്ലാ റഅ അന്നഹു ജവാസഹു ഔലാ മിൻ ജവാദി സൂറത്തിൽ ലിൽ ജവാദി വശഹാദ, അവസാന കാലത്ത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ ID കാർഡിനും മറ്റുമൊക്കെ പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിനേക്കാളും വലിയ കാര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി ദഅവത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ പേഴ്സണലി പല കാര്യത്തിലും നമ്മൾ ഫോട്ടോ എടുക്കാറുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിനേക്കാളും വലിയ മസ്ലഹത്താണ് ജനങ്ങൾക്ക് തൗഹീദും സുന്നത്തും എത്തിക്കാനുള്ള ദഅവത്ത്. അതുകൊണ്ട് അതാണ് കൂടുതൽ വേണ്ടത് എന്ന് പറഞ്ഞ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള അവസാന കാലത്ത് വീഡിയോഗ്രാഫി അനുവദിക്കുകയാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള വീഡിയോഗ്രാഫി അനുവദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് വീഡിയോകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ, അവർ ഹറാമാക്കുകയാണ് ഒരു വിഭാഗം. രണ്ടാമത്തെ ആളുകൾ അവർ ഹറാമാണെന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷെ ഇങ്ങനെയുള്ള മസ്ലഹത്തിനാണ്. അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള നിരുപാധികമായി വീഡിയോ എടുക്കാൻ അനുവാദം കൊടുക്കുന്ന ഫത്വ കാണാൻ സാധിക്കുകയില്ല. കാരണം അദ്ദേഹം ഫോട്ടോ ഹറാമാണ് എന്ന് പറയുന്ന ആൾ തന്നെയാണ്. അദ്ദേഹം നമുക്ക് പേഴ്സണൽ ആവശ്യത്തിന് ഉപയോഗിക്കാമെങ്കിൽ അതിനേക്കാളും വലിയ ആവശ്യമാണ് പൊതുജനങ്ങൾക്ക് ഉപയോഗം കിട്ടുന്ന ദഅവ എന്ന രൂപത്തിലാണ് അദ്ദേഹം ദഅവത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം മാത്രമായിട്ട് അനുവദിക്കുന്നത്. അപ്പൊ അദ്ദേഹം അങ്ങനെയാണ്. സാധാരണ കുട്ടികളെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാൻ അദ്ദേഹത്തിന്റെ ഫത്വ നമുക്ക് എവിടെയും കിട്ടുകയില്ല. അദ്ദേഹത്തിന്റെ ഫത്വ ദഅവത്തിന്റെ വിഷയത്തിൽ മാത്രം പരിമിതപ്പെടുന്നതാണ്. എന്നാൽ ചില ഉലമാക്കൾ അവർ ഫോട്ടോഗ്രാഫി ഹറാമാണെന്ന് പറയുന്ന ചില പണ്ഡിതന്മാർ വീഡിയോഗ്രാഫി അങ്ങനെ വരുന്നില്ല, വീഡിയോഗ്രാഫിയിലെ ചിത്രം അനങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്, ഒരു സ്ഥലത്ത് സ്ഥാപിതമായതല്ല, അതുകൊണ്ട് വീഡിയോഗ്രാഫി വ്യത്യാസമാണ് എന്നാണ് പറയുന്നത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫളഹുല്ലാ അദ്ദേഹം പറയുന്നത് അന്ന റാജിഹ് മിൻ അഖ്വാലി അഹ്ലിൽ ഇൽം അന്ന തസ്വീർ അൽ വീഡിയോ മിനൽ മുസ്തബിഹാത്ത്, അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് അതൊരു സംശയം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതായത് വെറുതെ വീഡിയോ എടുക്കുന്നത്, അതായത് അത് ഹലാലാണോ ഹറാമാണോ എന്ന വിഷയത്തിൽ സംശയം ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്, എന്നാൽ ഫഹഖീഖും ബിൽ മുഅ്മിനി അൻ യബ്തഇദ അൻഹു, അതുകൊണ്ട് ഒരു മുഅ്മിൻ അത്തരത്തിൽ വീഡിയോ മറ്റുമൊക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതാണ് നല്ലത്. ഫഹുവ അബ്റഉ ലിദീനിഹി വഇർളിഹി, അവന്റെ ദീനിനും അഭിമാനത്തിനും ഏറ്റവും നല്ലത് അതാണ്. ഹത്താ ലാ യുത്തഹം, അവനൊരു ആളുകൾ സംശയിക്കുന്ന ഒരു മോശമായി തോന്നുന്ന രൂപത്തിലേക്ക് വരാതിരിക്കാൻ. ഇല്ല ഇദാ ളഹറത് ഫീ ദാലിക മസ്ലഹ, എന്തെങ്കിലും ഒരു മസ്ലഹത്ത് ഉണ്ടെങ്കിൽ, ഒരു ഉപകാരം അതുകൊണ്ടുണ്ട് എങ്കിൽ ശരി. കൽ മുഹാദറാത്ത് വദ്ദുറൂസ് വൽ ഖുതുബ നാസിയ, ദർസുകൾ, ഖുതുബകൾ, അതുപോലെ നല്ല ഇൽമിയായ ക്ലാസുകൾ, ഇതൊക്കെ ചെയ്യുന്നത് പോലെ
ഇതൊക്കെ ചെയ്യുന്നത് പോലെ അതിനൊക്കെ ഉപയോഗിക്കാമെന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഒമിമ്മ ഉഖ്തി ബിഹി ഫി ഹാദ ഷൻ. ഞാൻ ഇങ്ങനെയൊക്കെ ഇതൊക്കെ അദ്ദേഹം പറഞ്ഞതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിതന്മാരുടെ ചില ഫത്വകൾ കേൾക്കുമ്പോൾ അത് പൂർണ്ണമായി മനസ്സിലാക്കാത്ത ചില ആളുകൾ അവരുടെ എല്ലാ കൗലുകളും മനസ്സിലായതുപോലെ സംസാരിക്കും. അങ്ങനെ സംസാരിക്കാതിരിക്കാനാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയുന്നത്. ഈ വിഷയത്തിൽ ഞാൻ ഫത്വ കൊടുക്കാറുള്ള വിഷയമാണ്, ഒരാൾ ദൂരത്ത് മാതാപിതാക്കളുമൊക്കെ ദൂരത്ത് മറ്റു വല്ല സ്ഥലത്ത് പഠിക്കുകയോ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ അവർ വീഡിയോ കോളിംഗ് പോലെയുള്ളത് ചെയ്യുന്നത് അത് ഒരു വലിയ മസ്ലഹത്താണ്, വലിയ ഉപകാരമുള്ള കാര്യമാണ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഫത്വ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അങ്ങനെ വീഡിയോ കോൾ സാധിച്ചിട്ടില്ലെങ്കിൽ വല്ല ആവശ്യത്തിനും വേണ്ടി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് വീട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നത് ഞാൻ അനുവദിക്കാറുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ അതല്ലാതെ വെറുതെ അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇത് സഹോദരങ്ങളെ ഇത് നല്ലൊരു ശൈലിയല്ല. ഇത് അനുവദിക്കുന്ന ആളുകൾ പോലും പറയുന്നത് അത് നല്ലൊരു രീതിയേ അല്ല. നമ്മളൊരു മുസ്ലിമിന് അവൻ്റെതായ ഒരു ജീവിതവും സമയമൊക്കെ വിലപ്പെട്ടതും ആ രൂപത്തിലാണ്. വെറുതെ അവിടെയും ഇവിടെയൊക്കെ ഇരുന്ന് ഒരുപാട് ഫോട്ടോ എടുക്കുക, അതയക്കുക, ഇത് അനുവദിക്കുന്ന ആളുകൾ പോലും അത് ചെയ്യുന്നത് നല്ലതല്ല. കാരണം അതിന് മറ്റു പല ഫിത്നകൾ വേറെയും ഉണ്ട് എന്നവർ പറയുന്നത് കാണാം. ഫോട്ടോകൾ പ്രചരിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഫോട്ടോ പ്രചരിപ്പിക്കുന്ന സമയത്ത് കണ്ണേറ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സാധ്യതയുള്ളതാണ്. അവിടെയും ഇവിടെയൊക്കെ പോകുന്ന അപകടങ്ങൾ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് പോലെയാണ്. സ്റ്റാറ്റസിലും അവിടെയൊക്കെ നമ്മൾ ഭംഗിയുള്ള കുട്ടികളുടെ ഫോട്ടോവും ഇതൊക്കെ എടുക്കാന്നൊക്കെ എടുത്തിട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് അവിടെ ഇവിടെയൊക്കെ പോകുന്ന കണ്ണേറുകളും ഫിത്നകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊളത്തി വലിച്ച് എടുക്കുന്നത് പോലെയാണ്. അപ്പം അങ്ങനെ വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ആളുകൾക്ക് അസൂയ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അല്ലെ, ഓരോ സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ടൂർ പോയി അവിടെ ഒരു ഫോട്ടോ എടുക്കുക, ഇവിടെ ഫോട്ടോ എടുക്കുക. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവന് കിട്ടാത്ത കാര്യങ്ങൾ നമ്മളിങ്ങനെ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമല്ല, ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്ന കാര്യമാണ്. അല്ല, അവർ ചിന്തിക്കുന്നത് എന്തായിരിക്കും, നമുക്കൊന്നും എവിടെയും പോകാനൊന്നും പറ്റിയിട്ടില്ല, ഇവരൊക്കെ എന്നും ഇങ്ങനെ പോവുകയാണ്. അപ്പം അങ്ങനെ ആളുകൾക്കൊരു പ്രയാസം തോന്നും, അവർക്ക് കിട്ടിയ കുറഞ്ഞ ഉപജീവനത്തിലൊക്കെ ഒരു പ്രയാസം തോന്നുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ബുദ്ധിക്കും അതുപോലെ തന്നെ അഭിമാനത്തിനൊക്കെ നല്ലത് എന്ന് മനസ്സിലാകുന്നു. അല്ലാഹു അഅലം. അപ്പം നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിൽ നമുക്ക് തെളിവ് ഇത് ഹറാമാണ്. സുലൈമാൻ റുഹൈലി പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള നേരത്തെ കിബാറുകളെ ഉലമാക്കൾ പറഞ്ഞതുപോലെ തന്നെ ഹറാമാണെന്ന് മനസ്സിലാക്കിയാൽ അത് അങ്ങനെ തന്നെ നമ്മൾ അമല് ചെയ്യണം. അതിലൊരടി പിന്നോട്ട് വെക്കേണ്ടതില്ല, അനാവശ്യമായ ഒരു ഫോട്ടോക്ക് നിൽക്കേണ്ടതില്ല. ഇതേപോലെയുള്ള ദറൂറത്തിനും ഇതേപോലെയുള്ള മസ്ലഹത്ത് വരുന്ന സമയത്തും മാത്രം നമ്മളത്, ഹാജത്തുകൾ വരുന്ന സമയത്ത് മാത്രം അത് എടുത്താൽ മതി. എന്നാൽ അവിടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇത് ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരിൽ തന്നെ ദഅവത്ത് പോലെയുള്ള കാര്യങ്ങൾക്ക് അവർ അനുവദിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ ദഅവത്ത് പോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടതില്ല എന്നാണ് കാണുന്നതെങ്കിൽ പോലും അങ്ങനെ അനുവദിച്ച ഫത്വകളും അനുവദിച്ച തെളിവുകളും എടുത്ത് ആരെങ്കിലും അത് ചെയ്യുന്നുണ്ട് എങ്കിൽ അവർ ബിദ്അത്തുകാരാണ്, അവർ ദേഹേച്ഛയുടെ ആളുകളാണ്, അവർ റുഖ്സകൾ തേടിപ്പോകുന്നതാണ് എന്നതുപോലെയുള്ള അവരുടെ കൽബിനെ പരിശോധിച്ച് സംസാരിക്കുന്നത് പോലെയുള്ള സംസാരങ്ങൾ ഒരിക്കലും ഒരു മുസ്ലിമിന് അനുവദനീയമല്ല. ചിലപ്പോൾ ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ അതിനേക്കാളും വലിയ തിന്മകളിലേക്കായിരിക്കും അവൻ എത്തിച്ചേരുക. കാരണം ആളുകളെ കുത്തി പറയുക, ഒരു മുസ്ലിമിനെ അന്യായമായി അവനെ സംശയിക്കുക, അവന്റെ പേരിൽ ഗീബത്ത് പറയുക, അവൻ അതിന്റെ ആളാണ്, ഇന്നതിന്റെ ആളാണ് എന്ന രൂപത്തിലേക്കുള്ള മറ്റു പല ഹറാമുകളിലേക്കും എത്തിച്ചേരുന്ന അവസ്ഥയാണ്. ഇപ്പൊ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളയൊക്കെ അദ്ദേഹം ചില സംസാരത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളുടെ ഈ വിഷയത്തിലുള്ള കടുംപിടുത്തം കണ്ടാൽ ഇത് ഇസ്ലാം കാര്യങ്ങളിൽ ബൈത്തുൽ മഖ്ദിസ് പിടിച്ചെടുക്കുന്നതിനേക്കാളും വലിയ കാര്യം പോലെയാണ്, അതിനേക്കാളും വലിയ ഗൗരവമുള്ള കാര്യം പോലെ ചില ആളുകളൊക്കെ സംസാരിക്കുന്നത്. കാരണം എല്ലാത്തിനും അതിൻ്റെതായ കാര്യമുണ്ട്. ഷിർക്കിനോട് അതിന്റെ ആളുകളോട് കാണിക്കുന്ന നിലപാട് പോലെ ആകാൻ പാടില്ല. ചിത്രവും അത് അനുവദിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് കാണിക്കേണ്ട നിലപാട് ബിദ്അത്തുകാരോട് കാണിക്കുന്നത് പോലെ ആകാൻ പാടില്ല. ഇത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അഭിപ്രായ വ്യത്യാസത്തിലുള്ള വിഷയമാണ്. ഞാൻ എന്റെ സൂക്ഷ്മതയ്ക്ക് ഇങ്ങനെയേ ചെയ്യുകയുള്ളൂ. അതേ സൂക്ഷ്മത നിന്റെ നാവിനും വേണ്ടതുണ്ട്. നീ ഏതൊരു സൂക്ഷ്മത കാണിച്ചിട്ടാണ് അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്, അത് നിന്റെ ഈ ഒരു നിലപാടിന് മാത്രം പോരാ, നിന്റെ നാവിനും ആ സൂക്ഷ്മത ഉണ്ടാകേണ്ടതുണ്ട്. മറ്റുള്ളവന്റെ അഭിമാനവും മറ്റുള്ളവന്റെ അഭിമാനം വ്രണപ്പെടുത്തുന്ന വിഷയത്തിലും നിന്റെ നാവിന് സൂക്ഷ്മത വേണ്ടതുണ്ട് എന്നവർ മനസ്സിലാക്കുക എന്നാണ്. അപ്പൊ അതാണ് അദ്ദേഹം ഈ വിഷയത്തില് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഒക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. ഈ ഹദീസ് വായിക്കുമ്പോൾ അദ്ദേഹം ഈ വിഷയങ്ങളൊന്നും ആവർത്തിക്കുകയില്ല. ഇനി നമ്മുടെ തസ്വീറിന്റെ പൊതുവായ തെളിവുകളായിരിക്കും വിശദീകരിക്കുക. അപ്പോൾ ഈ വിഷയം ഈ മൂന്ന് നിലക്ക് മനസ്സിലാക്കണം. ഈ വിഷയം ഇന്നതാണ് എങ്കിൽ അത് ഹറാമാണ്, ഇന്നതാണ് എങ്കിൽ അത് ഇതിൽ പെടുകയില്ല, ഇന്ന കാര്യത്തിനാണെങ്കിൽ അതിൽ ഖിലാഫുണ്ട് എന്ന രൂപത്തിൽ ഇനിയുള്ള ഹദീസുകളെ കാണണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ആമുഖമായി അതിലുള്ള ഖിലാഫുകൾ, അതിലുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി
പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും ഖൈറുള്ള കാര്യം പിൻപറ്റാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.